الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليمًا كثيرًا كثيرًا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിൻ്റെ പേരിലുള്ള നമ്മളുടെ ഈ സദസ്സിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപകർമ്മങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള നമ്മുടെ ജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യക്തിപരമായ നിലയിൽ, കുടുംബപരമായ നിലയിൽ, സാമൂഹികമായ നിലയിൽ ലോകമെമ്പാടും നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ എല്ലാം അള്ളാഹു അവൻ്റെ അനുഗ്രഹം കൊണ്ട് മാറ്റിത്തരുമാറാകട്ടെ. ഇസ്സത്തിൻ്റെ, ഇഫ്ഫത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നല്ല അവസ്ഥകൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ ആദ്യ ഭാഗം അവസാനിക്കുകയും രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കാലുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി, വളരെ കരുതലോടുകൂടി അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടും അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സന്തോഷങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടും മുഅ്മിനീങ്ങളായ നമ്മൾ പ്രവർത്തന നിരതരാവുകയാണ്, അമലുകളിൽ മുഴുകുകയാണ്, സൽക്കർമ്മങ്ങളിൽ നിരതരാവുകയാണ്. അല്ലാഹു അതൊക്കെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നിലയിൽ ഇത്തരം അമലുകൾ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഓരോരുത്തരും അവരവരുടെ വ്യക്തിപരമായ അമലുകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, ആരാധനാകർമ്മങ്ങളിലൂടെ അതിൽ ശ്രദ്ധിക്കുകയും നിഷ്ഠ പുലർത്തുകയും ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് മുമ്പിലുള്ള വലിയ ലക്ഷ്യത്തെ പ്രാപിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് നമുക്ക് നമ്മളുടെ ഇണകളോടൊപ്പം, കുടുംബത്തോടൊപ്പം, ഉറ്റവരും ഉടയവരും അടങ്ങുന്ന നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പം വളരെ ശ്രദ്ധയോടെ, കരുതലോടുകൂടി നീങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പരലോകം രക്ഷയിലാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ.
നമ്മൾ ചോദിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ എല്ലാ സൃഷ്ടിജാലങ്ങളെയും, ജീവനുള്ളതും അല്ലാത്തതുമായ സർവ വസ്തുക്കളെയും അല്ലാഹു തആല ആ നിലയിൽ പരസ്പര പൂരകങ്ങളായി ഇണകളാക്കിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ ജീവജാലങ്ങളെയും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ആണും പെണ്ണുമുണ്ട്, അഥവാ ഇണയും തുണയുമുണ്ട്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു ഇണകളെ പടയ്ക്കുകയും ആ ഇണകളെ പടയ്ക്കുക എന്നത് പടച്ചവൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലദീ, അത്ഭുതം തന്നെയാണ്. അല്ലാഹു ആരെയും ഒറ്റയ്ക്ക് നടക്കാൻ അനുവദിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് നടന്നാൽ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് സാരം. അത് എല്ലാ വസ്തുക്കളിലും അങ്ങനെ തന്നെയാണ്. വമിൻ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരങ്ങളിലും അപ്രകാരം തന്നെയാണ്. വമിമ്മാ ലാ യഅലമൂൻ, ഇതുവരെ നമ്മളുടെ പഠനങ്ങളും അന്വേഷണങ്ങളും റിസർച്ചുകളും ഒന്നും ചെന്നെത്തിയിട്ടില്ലാത്ത ചിലതിലും അള്ളാഹു അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അത് ഓരോന്നോരോന്ന് ആളുകൾ പോയി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പിന്നീട് വായിക്കാൻ കഴിയും, കേൾക്കാൻ കഴിയും. വമിമ്മാ ലാ യഅലമൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദീർഘമായ അർത്ഥം അങ്ങനെയാണ്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തിപരമായ അമലുകളെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ കുടുംബത്തെ മറന്നു പോകരുത്, ഇണകളെ മറന്നു പോകരുത്. നമുക്ക് ആരോടൊക്കെ കടമകളുണ്ടോ, കടപ്പാടുകളുണ്ടോ, അതൊന്നും നമ്മൾ അവഗണിക്കരുത്. അതൊക്കെ നമ്മൾ കൃത്യമായ നിലയിൽ അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പാലിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയൂ എന്ന് പരിശുദ്ധ ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇണകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായി, ഏറ്റവും ശ്രേഷ്ഠകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മനുഷ്യരെയാണ്. മനുഷ്യർക്കിടയിലുള്ള ഈ ബന്ധത്തെ സൗജ് എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇണ എന്നാണ്. സൗജ്, ഭാര്യ ഭർത്താവ് എന്നോ മറ്റെന്തെങ്കിലും ഒരു ചെറിയ അർത്ഥം പറയുന്നതിന് പകരം, ചെറിയ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പദപ്രയോഗം നടത്തുന്നതിന് പകരം അല്ലാഹു തആല വിശാലമായ അർത്ഥം ധ്വനിപ്പിക്കുന്ന തരത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകളിൽ സൗജ് എന്നാണ് പറഞ്ഞത്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ഖുർആൻ അതിനെ സംബന്ധിച്ചിട്ട് ആലങ്കാരികമായ നിലയിൽ, വളരെ നല്ല നിലയിലൊക്കെ നമുക്ക് വിശദീകരണം തരുന്നുണ്ട്. നമുക്ക് നമ്മളോടൊപ്പം ഇഴുകിച്ചേരുകയും നമ്മളായിത്തീരുകയും, അങ്ങനെയാണല്ലോ, നമ്മളായിത്തീരുകയും നമ്മളോടൊപ്പം ഇഴുകിച്ചേരുകയും, മെയ് രണ്ടാണെങ്കിലും മനം ഒന്നായി ജീവിതം നയിക്കാൻ നിർബന്ധിതരാവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ പരസ്പരം ബന്ധങ്ങളെ സുദൃഢമാക്കാനും ഊഷ്മളമാക്കാനും നിർദ്ദേശിച്ചുകൊണ്ട്, കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല മനുഷ്യർക്കിടയിൽ ഒരുക്കി വച്ചിരിക്കുന്ന ആ ഇണയാണ്, അല്ലെങ്കിൽ ആ തുണചേരലാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പ്രപഞ്ചത്തിലെ സൃഷ്ടി വൈഭവത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഖുർആൻ പറയുന്നു, അഷ്റഫുൽ ഖൽക്കായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു, മനസ്സിലാകും. ഭൂമിയിൽ വന്ന മുഴുവൻ അമ്പിയാക്കളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് തൗഹീദ് പ്രബോധനം ചെയ്യാൻ പറഞ്ഞു. ജനങ്ങൾക്ക് തൗഹീദ് പ്രബോധനം ചെയ്യാനാണ് അള്ളാഹു നബിമാരെ നിയോഗിച്ചത്. എല്ലാ നബിമാരും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് അനിഅ്ബുദുല്ലാഹ വത്തഖൂഹു വഅതീഊൻ, അനിഅ്ബുദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണമേ, വഴിപ്പെടണമേ, കീഴ്പ്പെടണമേ എന്ന് പ്രബോധനം ചെയ്തു, പ്രസംഗിച്ചു. അതോടൊപ്പം അവനെ നിങ്ങൾ ഭയന്ന് ജീവിക്കണം, അവൻ്റെ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുമ്പോൾ വഅതീഊനി, എന്നെ നിങ്ങൾ അനുസരിക്കണം, എന്നെ നിങ്ങൾ കീഴ്പ്പെടണം, എനിക്ക് നിങ്ങൾ അനുസരണം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ
ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന പടച്ചവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്നെ ചുമതലപ്പെടുത്തിയതാണ് എന്നായിരുന്നു പ്രബോധകരായി വന്നിട്ടുള്ള മുഴുവൻ നബിമാരുടെ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിക്കാഹിനെ സംബന്ധിച്ച്, വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് ഇത് എൻ്റെ സുന്നത്താണ്. അന്നിക്കാഹു മിൻ സുന്നതി, അന്നിക്കാഹു മിൻ സുന്നതി. ഭൂമിയിൽ വന്ന മുഴുവൻ നബിമാരുടെയും ചര്യയിൽപ്പെട്ടതാണ്. 1,24,000 പരം അമ്പിയാക്കൾ ഭൂമി ലോകത്ത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി നിയുക്തരായിട്ടുണ്ടെങ്കിൽ അവരിൽ 99.9% അമ്പിയാക്കളും വിവാഹിതരാണ്. ചരിത്രത്തിൻ്റെ ഏടുകൾ നിവർത്തി അതിൻ്റെ വരികൾ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹിതനല്ല എങ്കിലും ഇനി ഒരിക്കൽ ഭൂമിയിലേക്ക് വരികയും ഇവിടെ അദ്ദേഹം വിവാഹം കഴിക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് അനുസരിച്ചിട്ട്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ ഖാദിയന്മാരെല്ലാം ഇരുത്തിയിട്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നില്ലേ, ഖുത്ബയൊക്കെ ഓതിയിട്ട്, അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിൻ്റെ അടിപ്പടയിൽ ഭൂമിയിൽ വിവാഹം കഴിക്കുകയും മക്കളാവുകയും ഒക്കെ ചെയ്യുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും അമ്പിയാക്കളുടെ ചര്യയാണ് വിവാഹം. അഷ്റഫുൽ ഖൽഖായ അമ്പിയാക്കളുടെ ഖാതിമുൻ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ആരെങ്കിലും എൻ്റെ ചര്യയിൽ നിന്നും അകന്നു നിന്നാൽ, വിട്ടുനിന്നാൽ, മാറി നിന്നാൽ, വിവാഹം കഴിക്കാതെ മുഴുസമയം ദിക്ർ ചെയ്യാമെന്ന് വിചാരിക്കുക ഒരാൾ, വിവാഹം കഴിക്കാതെ മുഴുസമയം മുത്തല്ലിമാകാമെന്ന് വിചാരിക്കുക, വിവാഹം കഴിക്കാതെ വേറെ എന്തെങ്കിലും നന്മയിൽ അങ്ങനെ തന്നെ ജീവിക്കാമെന്ന് വിചാരിക്കുക, അതൊന്നും ആരും ചെയ്യണ്ട. അത് എൻ്റെ ചര്യയിൽപ്പെടാത്തതാണ്, അവൻ എന്നിൽപ്പെട്ടവനെ അല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ചര്യയെ പാലിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ വിവാഹം കഴിക്കണം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടണം, കുടുംബജീവിതം നയിക്കണം, മക്കളുണ്ടാകണം, ആ മക്കളെ പരിപാലിക്കണം, മക്കളെ താലോലിക്കണം, മക്കൾക്ക് അദബ് പഠിപ്പിക്കണം, മക്കളെ നല്ലവരാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അവസാനം ഈ ഭൂമിയിൽ നിന്നും നമ്മൾ വിട പറയുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ സാലിഹ്യങ്ങളായ ഒരു പറ്റം സന്തതികൾ ഭൂമിയിൽ ഉണ്ടാകണം. അവരാണ് എൻ്റെ അനുയായികളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതം വളരെ പ്രധാനമാണ്, കുടുംബജീവിതം വളരെ പ്രധാനമാണ്, ഭാര്യാഭർത്തൃ ജീവിതം വളരെ പ്രധാനമാണ്. കുടുംബത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും അവരോടുള്ള കടമകൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അഥവാ നമ്മളുടെ നോമ്പും നിസ്കാരവും മറ്റ് അമലുകളുമൊക്കെ ആകാശലോകത്ത് സ്വീകരിക്കപ്പെടുകയും അർഹമായ പ്രതിഫലം അതിന് നൽകപ്പെടുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു ഇടം കൂടി, അല്ലെങ്കിൽ ഈ ഒരു തലം കൂടി, ഈ ഒരു വശം കൂടി നിർബന്ധമായും ശ്രദ്ധിച്ചേ മതിയാകൂ എന്ന് നമ്മൾ അറിയണം. അവിടെ നമുക്ക് വിജയകരമായ നിലയിലൊരു യാത്ര സാധ്യമാകണം. അൽഹംദുലില്ലാഹ്, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശപ്പ് സഹിക്കുന്നില്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ദാഹം സഹിക്കുന്നില്ലേ? മറ്റ് വിചാരങ്ങളൊക്കെ നിയന്ത്രിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യാഭർത്താക്കന്മാരായി ഭൂമിയിൽ ജീവിക്കണം, മക്കളാകണം. ആ നിലയിൽ നമ്മൾ മാതാവോ പിതാവോ ആയി തീരണം. അങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ നല്ല നാളുകളൊക്കെ സമാധാനത്തോടു കൂടി തള്ളി നീക്കണം. അവസാനം എപ്രകാരം? അത്താഴം കഴിച്ചിട്ട് നോമ്പെടുത്ത് നോമ്പ് മുറിക്കുന്നത് വരെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുകയും നോമ്പ് മുറിക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം വരികയും ചെയ്യുന്നില്ലേ? ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. കാരണം ഇത്രയും നേരം പിടിച്ചു വച്ചിട്ട് ക്ഷമ കടാൻ പോകുന്ന നേരത്ത് ബാങ്ക് കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടി അവൻ നോമ്പ് മുറിക്കുന്നു. രണ്ടാമത്തത് ഇൻദ ലിഖാഇ റബ്ബിഹി, അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നിക്കാഹിൻ്റെ അന്ന് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കല്യാണത്തിൻ്റെ അന്ന് ഭയങ്കര സന്തോഷം എല്ലാവർക്കും അല്ലേ? കെട്ടിക്കുന്ന മോളെ ഉപ്പാക്ക്, ആങ്ങളമാർക്ക്, കാരണവന്മാർക്ക്, ആ പാവത്തെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് സാമ്പത്തികവും മറ്റുമൊക്കെ സ്വരൂപിച്ച ആളുകൾക്ക് വയറ്റിലും
ഉള്ളിലുമൊക്കെ തീയായിരിക്കും. ബാക്കി നമ്മളൊക്കെ ഇങ്ങനെ പോയി കയ്യും കഴുകി ഇരുന്ന് എല്ലാം വലിച്ചു വാരി തിന്ന് അവസാനം ഇറങ്ങുമ്പോഴത്തേക്ക് അതിനെ കുറ്റം പറഞ്ഞ് ഇതിനെ കുറ്റം പറഞ്ഞ്. ഞാൻ പറയില്ല, നമ്മുടെ നാട്ടുകാർ പറയാറുണ്ട് എല്ലാം കൊള്ളാം, പക്ഷേ പൂവമ്പഴത്തിന് മാത്രം ഉപ്പുണ്ടായിട്ടില്ല എന്ന് പറയും. പൂവമ്പഴത്തിന് ഉപ്പില്ല, വേറെ കുറ്റമൊന്നും പറയാനില്ല. നമ്മളെ കൊല്ലംകാരനായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർഗീയത ഉണ്ടാവും, വംശീയത ഉണ്ടാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കൊല്ലത്തിൻ്റെ ഭാഷയും പറ്റുമൊക്കെ പറയും. എല്ലാം കൊള്ളാം, ബെസ്റ്റ് കല്യാണം, മുന്തിയ കല്യാണം, പക്ഷേ പൂവമ്പഴത്തിൽ ഉപ്പില്ലായിരുന്നു എന്ന് പറയും. വേറെ കുറ്റമൊന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. ബാക്കി ഇതിനു വേണ്ടി മെനക്കെട്ട് ലോൺ എടുത്ത് കടം വാങ്ങി നാട്ടുകാരോടൊക്കെ കൈനീട്ടി എരന്ന് വീട് പണയം വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന പാവം പെണ്ണിൻ്റെ ഉപ്പയുടെയും കാരണവന്മാരുടെയും ഉറ്റവരുടെയും ഒക്കെ ഉള്ളിൽ തീയായിരിക്കും. ബാക്കി എല്ലാവർക്കും സന്തോഷമാണ്. കല്യാണത്തിൻ്റെ അന്നൊരു സന്തോഷമുണ്ട്, കല്യാണ നാളുകളിലൊരു സന്തോഷമുണ്ട്, കല്യാണ പന്തലിലൊരു സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാരൻ ശ്രദ്ധിക്കണം, മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നോമ്പ് തുറക്കുന്ന വേളയിൽ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം മാത്രം പോരാ. വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം മാത്രം പോരാ. ഇൻദ ലിഖാഇ റബ്ബിഹി, താമസിയാതെ നമ്മൾ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടൂലേ, അന്നേരവും നമുക്കൊരു സന്തോഷം ഉണ്ടാണ്. കല്യാണത്തിന് അന്ന് മാത്രം സന്തോഷം ഉണ്ടായ പോരാ, കല്യാണത്തിൻ്റെ നാളുകളിൽ മാത്രം സന്തോഷം ഉണ്ടായ പോരാ. കല്യാണാനന്തരം വിവാഹ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞുകൂടി കൊല്ലങ്ങൾ കഴിച്ചുകൂട്ടി അവസാനം പിരിഞ്ഞ് പടച്ചവൻ്റെ സന്നിധാനത്തിലെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭാര്യ നമ്മളെക്കുറിച്ചിട്ട് കുറ്റം പറയരുത്, ഭാര്യ നമ്മളെ പിടിച്ചു നിർത്തേണ്ട ഗതികേടുണ്ടാകരുത്, ഭാര്യ ഭർത്താവിനെയോ പിടിച്ചു നിർത്തേണ്ട ഒരു ഗതികേട് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറയാം. നാളെ പരലോകത്ത് ചില ആളുകൾ ഒരു വശം തളർന്നവരായി വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വശം തളർന്നവരായി വരും. എന്തുകൊണ്ടാണ് അവർക്ക് ഒരു വശം തളർന്നത്? ഇവിടെ നമ്മൾ കുറേ ആളുകളുടെ ഒരു വശം തളർന്നതായി കാണുന്നില്ലേ? അതിന് നമ്മൾ കാരണം പറയുന്നത് സ്ട്രോക്ക് വന്നു എന്നാണ്. സ്ട്രോക്ക്, തലച്ചോറിൻ്റെ കൃത്യമായ ഭ്രമണം, അതിൻ്റെ കൃത്യമായ സഞ്ചാരം. അവിടെ എവിടെയോ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടാകുമ്പോൾ, ഒരു ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ, ഒരു ക്ലോട്ടെന്നല്ല, ബ്ലഡ് ക്ലോട്ടായി ഒരു ചെറിയൊരു കോട്ടിങ് വന്നു. അതിൻ്റെ പേരിൽ അവൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു. ചിലപ്പോൾ ഒരു സൈഡ് അങ്ങ് തളർന്നുപോയി, വേറെ ചില ആളുകൾക്ക് രണ്ട് സൈഡ് തളർന്നു പോകും. നാളെ പരലോകത്ത് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില ആളുകൾ അങ്ങനെ വരും, ഒരു വശം തളർന്നവരായി. അതാരായിരിക്കുമെന്ന് ജിജ്ഞാസയോടുകൂടി സഹാബാക്കൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നപ്പോൾ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്ട്രോക്ക് വന്നവരാണോ? സ്ട്രോക്ക് വന്നവരാ. എങ്ങനെ സ്ട്രോക്ക് വന്നത്? കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് പോലെ വളരെ കണിശവും കൃത്യവുമായ ഒരു ഭ്രമണപഥത്തിൽ ഇങ്ങനെ സഞ്ചരിക്കണം. ഭാര്യയോട് ചിലപ്പം നമ്മൾ നല്ല ചിരിച്ച് സംസാരിക്കണം, വേറെ ചിലപ്പോൾ വളരെ താഴ്മയോടുകൂടി സംസാരിക്കണം, വേറെ ചിലപ്പോൾ അല്പം കണ്ണുരുട്ടണം. ഇങ്ങനെ വേറെ ചിലപ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ അന്നരത്തെ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഹിക്മത്തോടുകൂടി കൃത്യമായ നിലയിൽ പെരുമാറണം. ഭാര്യയോട് ഭർത്താവ് പെരുമാറുന്നതിനെക്കുറിച്ച് മാത്രം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കുകയൊന്നും വേണ്ട. കാരണം കാമ്പസാറ് കമ്മിറ്റിക്കാർ ഇവിടെ ആണുങ്ങളെ മാത്രം കൂട്ടിത്തന്നിട്ട് എന്നെ പ്രസംഗിക്കാനിരുത്തിയത് കൊണ്ടാണ് ഞാൻ ആണുങ്ങളോട് മാത്രം പ്രസംഗിക്കുന്നത്. ഇവിടെ പെണ്ണുങ്ങളില്ലാത്തത് കൊണ്ടാണ്. പെണ്ണുങ്ങൾക്കുണ്ട് വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മാറൂഫ്. വല്ലതും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണേ. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മാറൂഫ്. ഒരു കാര്യം അറിയണേ, ഉസ്താദ് ആണുങ്ങളോട് പ്രസംഗിക്കുന്ന ഈ കടമകളും കടപ്പാടുകളുമെല്ലാം പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോടുമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മാറൂഫ്. അവകാശങ്ങൾ അധികം വേണം എന്ന് സമരം ചെയ്യാൻ പെണ്ണുങ്ങളെ നിരത്തിലിറക്കുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പുരോഗതിയായിട്ട് സമൂഹം മനസ്സിലാക്കുന്നത്. അവകാശങ്ങൾ അല്ലേ? ഇക്വാലിറ്റി വേണം. നിയമസഭയിൽ നമുക്കും വേണം 50%, ലോകസഭയിൽ നമുക്കും വേണം 50%. അടുക്കള സഭയിൽ എന്നും സമരമാണ്. എടോ, അടുക്കളയിൽ പണിയെടുക്കേണ്ടവൾ അവളുടെ പണി കൃത്യമായ നിലയിൽ അവിടെ ചെയ്യുകയും ആ അടുക്കളയിൽ വിരിക്കുന്ന സുപ്രയിൽ നിന്റെ പ്രിയതമൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള വിഭവങ്ങൾ നിരത്തുകയും ചെയ്താൽ, ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. ചിലപ്പോൾ സാഹിത്യം കൂടിപ്പോയാൽ മനസ്സിലാകാണ്ടായി പോകരുത്. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. ഉറുദുക്കാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ചിലപ്പോൾ ഹമേ ജീതാ ഹോത്തേ ഹേ ദസ്തർഖാൻ മേ, മറ്റ് ചിലപ്പോൾ ഹമേ ജീത ഹോത്തേ ഹേ ബിസ്തർ എന്നാണ്. വിവാഹ ജീവിതത്തിൽ എപ്പോഴും ഒരുപോലെ വിജയിക്കാൻ കഴിയുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ചിലപ്പം വിവാഹ ജീവിതം വിജയിക്കുന്നത് ദസ്തർഖാനിലാണ്, സുപ്രയിലാണ്, തീന്മേശയിലാണ്. പെണ്ണ്
അവളുടെ കൈവിരുതുകൊണ്ട് മുഹബ്ബത്തിൻ്റെ ഭക്ഷണത്തളികകൾ ഇങ്ങനെ നിറച്ച് വിളമ്പി വെച്ച് മാപ്പിളേൻ്റെ മനസ്സും വയറും ഒക്കെ ഇങ്ങനെ നിറച്ചു കൊടുത്താൽ ആ കുടുംബജീവിതം നന്നാകും. ചിലപ്പോൾ കുടുംബജീവിതം വിജയകരമാകുന്നത് ദസ്തർഖാനിലാണ്, സുപ്രയിലാണ്, തീന്മേശയിലാണ്. എന്നാൽ എപ്പോഴും അങ്ങനെ തീറ്റിപ്പോറ്റിയിട്ട് ഈ പാവപ്പെട്ടവനെ ഭക്ഷണം കഴിപ്പിച്ച് മൂലക്കിടാമെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. മറ്റു ചിലപ്പോൾ നിന്റെ കുടുംബജീവിതം വിജയകരമാകുന്നത് ബിസ്തറിലാണ് എന്നാണ്, കടപ്പറയിലാണ് വിജയകരമാകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളും ശ്രദ്ധിക്കണം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനും ശ്രദ്ധിക്കണം. ഇത് കുടുംബജീവിതമാണ്. ഇത് ഇങ്ങനെ പരസ്പരം താളമൊപ്പിച്ചുകൊണ്ട് തകരാറിലാകാതെ കൊണ്ടു നടക്കേണ്ട അത്ഭുതകരമായ ഒരു സിസ്റ്റത്തിൻ്റെ നാമമാണ് വിവാഹ ജീവിതമെന്ന് പറയുന്നത്, കുടുംബജീവിതമെന്ന് പറയുന്നത്. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ സൂറത്ത് യാസീനിൻ്റെ വചനങ്ങൾ ഓതി പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എവിടെയാണ് പ്രിയപ്പെട്ടവരെ? വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. നമ്മൾ ഓതി അർത്ഥം വെക്കുമ്പോൾ ആകാശലോകങ്ങളിൽ അള്ളാഹു അത്ഭുതകരമായി സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന വലിയ വലിയ ഗോളങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിലെ സഞ്ചാരത്തെക്കുറിച്ചിട്ടും അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരികയാണ്. വമിൻ ആയാതിഹി, ഇതുപോലെ തന്നെ അവൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. നിങ്ങളെ ഓരോരുത്തരെയും ഇങ്ങനെ വ്യത്യസ്തമായ രൂപകോലങ്ങളിലൊക്കെ സൃഷ്ടിച്ചു. ഇത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തമല്ലേ? വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും, നിങ്ങളുടെ ഓരോരുത്തരുടെയും നാവിൻ്റെ ഭാഷയുടെ മൊഴികൾ അള്ളാഹു വ്യത്യസ്തമാക്കി. എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊല്ലക്കാരനാണ്, കണ്ണൂർ 35 കൊല്ലം താമസിച്ചാലും അസ് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കൊല്ലക്കാരൻ്റെ ഭാഷ വരൂ. വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും, നിങ്ങൾക്ക് വ്യത്യസ്തമായ ഭാഷകളെ തന്നവൻ അള്ളാഹുവാണ്. നാവെല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ? നാവെല്ലാവർക്കും ഒരുപോലെയാണ്. ഈ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിപ്പിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങൾക്ക് അള്ളാഹു തആല ഒരു ശബ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ശബ്ദത്തിൽ തന്നെ എത്ര വ്യത്യാസമുണ്ട്! അള്ളാഹ് പറയാ, ഇത് അത്ഭുതമല്ലേ? വഅൽവാനികും, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിറങ്ങളില്ലേ? ഇതൊക്കെ അള്ളാഹു അത്ഭുതകരമായി സൃഷ്ടിച്ചതാണ്. അതുപോലെ ഈ ആകാശഭൂമികളെയും അള്ളാഹു അത്ഭുതകരമായി സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് തൊട്ടുടനെ അള്ളാഹു പറയുന്നത് അറിയോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, അതിൻ്റെ എല്ലാ ഓരോ ചലനങ്ങളെയും കുറിച്ച് ആളുകൾ റിസർച്ച് ചെയ്യുന്നു, സയൻറ്റിഫിക്കലായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അതിലവർ ഡോക്ടറേറ്റ് എടുക്കുന്നു. ഭൂമിയിൽ പഠിച്ച് തീരാഞ്ഞിട്ട് അങ്ങ് ശൂന്യാകാശത്തേക്ക് പറന്നു പോകുന്നു. എന്നാൽ പടച്ചവൻ പറയാണ്, അതിനേക്കാളും അത്ഭുതകരമായ ഒരു വൈഭവത്തെ നിന്റെ കുടുംബത്തിൽ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുണ്ടോ? മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. സൂര്യനെ സൃഷ്ടിച്ചതുപോലെ, ചന്ദ്രനെ സൃഷ്ടിച്ചതുപോലെ, സൂര്യനെയും ചന്ദ്രനെയും കൃത്യമായി അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കാൻ പഠിപ്പിച്ചതുപോലെ നിന്റെ ശരീരത്തിൽ നിന്നും നിനക്ക് വേണ്ടി അല്ലാഹു തആല ഒരു ഇണയെ സൃഷ്ടിച്ചു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കായി അള്ളാഹു ഒരിണയെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ലിതസ്കുനു ഇലൈഹ. എന്തിനാണ് ഇണയെ സൃഷ്ടിച്ചത്? എന്തിനാ? നിങ്ങളുടെ നാട്ടിൽ ഇണയെന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? കുറച്ച് ദേഷ്യം വരുമ്പോഴല്ലേ അല്ലേ? ആണോ? ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. കുറച്ചു കാലം നിങ്ങളുടെ കൂടെ ജീവിച്ച് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മധ്യസ്ഥം വഹിച്ച് ആ വർത്തമാനത്തിൻ്റെ സ്വീറ്റ്നെസ്സും സോഫ്റ്റ്നെസ്സും ഒക്കെ ശരിക്കും തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇണയെന്ന് വിളിക്കുന്നത് ചിലപ്പോൾ ലേശം ദേഷ്യം വരുമ്പോഴാണ് അല്ലേ? ചെറിയൊരു വെറുപ്പ് വരുമ്പോഴാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവറുകളോടൊപ്പം ഒറ്റയ്ക്കിരുന്ന് സ്വകാര്യ സംഭാഷണത്തിലായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്കൊന്നും കടന്നു ചെല്ലാൻ കഴിയില്ല. പക്ഷേ റസൂലായതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയൊക്കെ നമുക്ക് പ്രവേശനം, അവിടുന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറഞ്ഞു, ആയിഷ, നിനക്ക് എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്, എപ്പോഴാണ് എന്നോട് നിനക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പുള്ളത്, അതെനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് പറഞ്ഞു. അതെങ്ങനെ അറിയാം? ആദ്യ ആയിഷ ബീവി എന്താ പറഞ്ഞതറിയോ? അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ വെറുപ്പ് കാണിക്കേ? അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ വെറുപ്പ് കാണിക്കുമോ? സിദ്ദീഖുൽ അക്ബറിൻ്റെ പ്രിയപ്പെട്ട പുത്രി
അഷ്റഫുൽ ഖൽക്കായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വെറുപ്പ് കാണിക്കുക. അപ്പോൾ റസൂൽ പറഞ്ഞു അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചേരെ നിൻ്റെ വെറുപ്പും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു അദബുകേടാകാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ സിദ്ദീഖുൽ അക്ബറിൻ്റെ പുത്രിയാണെങ്കിലും അഷ്റഫുൽ ഖൽക്കിൻ്റെ ഭാര്യയാണെങ്കിലും ആയിഷ ഭാര്യയാണിപ്പോൾ. ആയിഷ കുടുംബിനിയാണ് റളിയല്ലാഹു അൻഹ. ആയിഷ വീട്ടുകാരിയാണ്. ആയിഷ ഒരു പുരുഷൻ്റെ കീഴിൽ ജീവിക്കുന്നവളാണ്. അതുകൊണ്ട് അവളുടേതായ വിചാരങ്ങളൊക്കെ ഉണ്ടാകും. ദേഷ്യവും കോപവും വെറുപ്പും, ആ വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുഖഭാവവും ഒക്കെ സ്വാഭാവികമാണ്, സാധാരണയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവர்கள் ആദ്യം ഉരുണ്ടു മാറാൻ ശ്രമിച്ചെങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ടറിയാം, നിനക്ക് എപ്പോഴാണ് എന്നോട് വെറുപ്പുള്ളത്, എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളതെന്ന് എനിക്ക് പറയാൻ കഴിയും. അതെങ്ങനെയാണ് നബിയെ പറയാൻ കഴിയുക? അതെങ്ങനെയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആയിഷ, എൻ്റെ ഭാഷ പറഞ്ഞാൽ നല്ലൊരു സൈക്കോളജിസ്റ്റാണ് ഞാൻ, നിന്നെ നന്നായി പഠിച്ചു. അതിൻ്റെ പേരിൽ എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്നറിയോ, എന്നോട് നിനക്ക് നല്ല സ്നേഹമുള്ള സമയത്ത് നിൻ്റെ സംസാരത്തിൽ വല്ലാഹി വറബ്ബി മുഹമ്മദ് എന്ന് പറയും. വല്ലാഹ് വറബ്ബി മുഹമ്മദ്, വല്ലാഹ്. അങ്ങനെയാണ് അറബികളുടെ ഇടയിൽ എന്ത് പറഞ്ഞാലും അവർ വല്ലാഹി റബ്ബിൽ കഅബൈ വറബ്ബി മുഹമ്മദ് ഒക്കെ കൂട്ടിച്ചേർക്കുന്നൊരു ശൈലിയുണ്ട്. അറബികളുടെ ഇടയിൽ പണിയെടുത്ത് നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മനസ്സറിഞ്ഞ കുടുംബനാഥൻ, നല്ല മാപ്പിള, നല്ല ഭർത്താവ്, നല്ല ഇണ ബിവി ഐഷയോട് പറഞ്ഞ ഐഷ, എനിക്ക് നല്ലോണം നിന്നെക്കുറിച്ച് അറിയാം. നിനക്കെന്നോട് മുഹബ്ബത്തും സ്നേഹവും ഉണ്ടാകുന്ന സമയത്തിൽ നിൻ്റെ വർത്തമാനത്തിൽ അത് നന്നായി തെളിഞ്ഞു കാണും. നീ എന്നോട് സ്നേഹം കൂടുതലുള്ള സമയത്ത് നിൻ്റെ വർത്തമാനത്തിൽ വല്ലാഹി വറബ്ബി മുഹമ്മദ്, വല്ലാഹി വറബ്ബി മുഹമ്മദ് സല്ലല്ലാഹു എന്ന് പറയും. അതേ സമയത്ത് നിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയൊരു വെറുപ്പോ വിഷമോ മറ്റോ ഉണ്ടെങ്കിൽ നിൻ്റെ സംസാരം ശ്രദ്ധിച്ചാൽ മതി. നീ സംസാരിക്കുമ്പോൾ വല്ലാഹി വറബ്ബി ഇബ്രാഹിം, വല്ലാഹി വറബ്ബി ഇബ്രാഹിം, മുഹമ്മദ് അങ്ങ് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാര് കണ്ടുപിടിച്ചു? ഇതൊരു മാപ്പിള കണ്ടുപിടിച്ചു, ഒരു ഭർത്താവ് കണ്ടുപിടിച്ചു. പ്രിയപ്പെട്ടവരെ, നുബുവത്തുണ്ട്, അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ഇറങ്ങുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നുണ്ട്. ആ നിലയിൽ ഒരു മുഅ്ജിസത്തല്ല ഇത്. ഞാൻ പറയുന്നതൊക്കെ ശരിക്കും മനസ്സിലാക്കണേ, നാളെ പിറ്റേന്ന് എന്നെ കുറ്റവാരം പറഞ്ഞേക്കരുത്. മുഅ്ജിസത്തിൻ്റെ പ്രകടനമല്ല, അമാനുഷികതയല്ല, അത്ഭുത സിദ്ധി അല്ല, അല്ലെങ്കിൽ വിലായത്തല്ല, ഒരു ഔലിയാത്തരമല്ല. പിന്നെയോ എൻ്റെ ഇണയോടൊപ്പം രാവും പകലും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവളുടെ വാക്കുകളിലൂടെ എനിക്ക് അവളെ വായിച്ചെടുക്കാൻ കഴിയണം, അവളുടെ നോട്ടത്തിലൂടെ എനിക്ക് അവളെ തിരിച്ചറിയാൻ കഴിയണം, അവളുടെ ഓരോ ചലനങ്ങളിലൂടെയും പെരുമാറ്റത്തിലൂടെയും എനിക്ക് അവളെ തിരിച്ചറിയാൻ കഴിയണം. ഞാൻ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്, എനിക്കറിയാം ചായ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടം വന്നോ അല്ല കഷ്ടം തോന്നിയോ എന്ന് തിരിച്ചറിയും. എപ്പോഴാണ് തിരിച്ചറിയും? ഞാൻ ചുമ്മാതാണ്, ഞാൻ വെറുതെ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നോട് വെറുപ്പം വരുമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് അങ്ങ് പറഞ്ഞേക്കാം. എപ്പോഴാണ് മനസ്സിലാവുന്നത്? ചായ റെഡി ആക്കും, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, ആക്കണ്ടേ, ആക്കും. പക്ഷേ ആ ക്ലാസ് മേശമേലെ വരുമ്പോൾ ടക്ക് എന്നൊരു സൗണ്ട് കേട്ടാൽ ഇത് കഷ്ടത്തിൻ്റെ സൗണ്ടാണ്, ഇഷ്ടത്തിൻ്റെ സൗണ്ടല്ല തിരിയും. അല്ലേ? അങ്ങനെയല്ലേ പൊതുവേ? ഞാൻ ഒരു ഉദാഹരണം, ഇപ്പോൾ എല്ലാ ഉദാഹരണവും 2 മണിക്ക് മുമ്പ് നിർത്തുകയും വേണോ, എല്ലാ ഉദാഹരണം പറയാനും പറ്റുമോ? മുഖവുരയിലേക്ക് നമ്മൾ കടക്കുന്നല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ബുദ്ധിമാനായ മാപ്പിള തൻ്റെ പ്രിയതമയെ വായിച്ചെടുത്തു. എന്നിട്ട് അവളോട് ആ നിലയിൽ പെരുമാറുമായിരുന്നു. ഇത് ഞാൻ തന്നെ പറഞ്ഞത്, ഒരു മനുഷ്യൻ നാളെ പരലോകത്തെത്തുമ്പോൾ അവൻ്റെ ഒരു ഭാഗം തളർന്നവനായി വരും എന്ന് പറഞ്ഞ ഹദീസിനെ നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൈയും കാലും ഒക്കെ അനങ്ങുന്നത്. ഇന്നലെ നമ്മളൊരു സ്ട്രോക്ക് വന്ന സഹോദരനെ കാണാൻ പോയപ്പം ഞാൻ അള്ളാഹുവിനെ വല്ലാതെ സ്തുതിച്ചു. അദ്ദേഹം അനുഭവം പറഞ്ഞു. സ്ട്രോക്ക് വന്നപ്പോൾ അറിയുന്ന ഡോക്ടർമാരും മറ്റുമൊക്കെ പറഞ്ഞു, ഇങ്ങനൊന്ന് പിടിച്ചു നോക്കിയാൽ വിരലെന്ന്, നിങ്ങളൊന്ന് നോക്കിയോ, ഇങ്ങനൊന്ന് വിരൽ പിടിച്ചു, ഇങ്ങനെ വിരൽ ഓടിച്ചു നോക്കും. അപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചു നോക്കി, നിങ്ങളെല്ലാം പിടിച്ചു നോക്കി. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് പിടിക്കാൻ കഴിയുന്നില്ലേ? ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ അങ്ങനെ പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നേ ഇല്ല. പല ആളുകളും അവരുടെ കൈ കൊണ്ട് പിടിച്ചു വലിച്ചാണ് ഇങ്ങനെ മുട്ടുന്നില്ല. ഞാൻ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോടും പറഞ്ഞു, പോനെ അള്ളാഹുവിനെ നമ്മൾ എത്ര സ്തുതിക്കണം, അള്ളാഹു നമുക്ക് ആഫിയത്ത് എത്ര വേഗം. സംഗതി നമ്മൾ ഇങ്ങനൊന്ന് മുട്ടിച്ചെന്ന് പറഞ്ഞാൽ അത്ഭുതം ഒന്നുമില്ലല്ലോ അതിനകത്ത്. പക്ഷേ ഒരു സമയം വരും, നമ്മുടെ താളം പിഴച്ചാൽ, പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ, അള്ളാഹുവിൻ്റെ ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും എറർ വന്നാൽ നമ്മുടെ ശരീരം മുഴുവൻ അത് കാണിക്കും. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഞാൻ ഭാര്യയോട് പെരുമാറുന്നതിൽ വരുത്തിയ കുറവുകളും പോരായ്മകളും തലച്ചോറ് പിഴയ്ക്കുമ്പോൾ ഒരു വശം സ്ട്രോക്ക് വന്നിട്ട് തളരുന്നത് പോലെ നാളെ പരലോകത്ത് തളർന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലിരുന്ന സഹാബാക്കൾ ഇങ്ങനെ കാതു കൂർപ്പിച്ചിരിക്കുക.
1400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം നമുക്കത് പറയുമ്പം സ്ട്രോക്കും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾ പാവങ്ങൾ അന്നത്തെ കാലത്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ വിശദീകരിച്ചു. 2 ഭാര്യമാരുള്ളവർ, ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഒരാളോട് നല്ല നിലയിൽ പെരുമാറുകയും മറ്റൊരാളോട് അല്പം മോശമായി പെരുമാറുകയും ചെയ്തതിൻ്റെ തിക്തഫലമാണ് ഇങ്ങനെ ഒരു വശം തളർന്നു വരുന്നതെന്ന് ഹബീബുല്ലാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, വിവാഹം വേണം, അത് സുന്നത്താണ്. വൈവാഹിക ജീവിതം സമാധാനമാണ്, സന്തോഷമാണ്. ഈ വൈവാഹിക ജീവിതത്തിലൂടെയാണ് നമുക്ക് സ്വർഗം സമ്പാദിക്കാൻ സാധിക്കുന്നത്. വൈവാഹിക ജീവിതത്തിൽ വിജയകരമായ നിലയിൽ നൗക നയിക്കാൻ ഓരോ പുരുഷനും സാധിക്കണം, ഓരോ സ്ത്രീക്കും സാധിക്കണം. അവിടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, തവക്കുൽ ചെയ്യണം, ദുആ ചെയ്യണം, തവക്കുൽ ചെയ്യണം. നമ്മൾ സാധാരണഗതിയിൽ കല്യാണം കഴിഞ്ഞാൽ ഉടനെ, നിക്കാഹ് കഴിഞ്ഞാൽ ഉടനെ ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ എന്ന് പറയാറില്ലേ? ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ബിൽ ഖൈർ എന്ന് പറയാറുണ്ട്. ഇത് വെറുതെ പറയുന്നതാണോ? അങ്ങനെ നമ്മൾ വിചാരിച്ചു പോയി, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. ഒരാചാരം പോലെ, ഒരു മാമൂല് പോലെ, ചടങ്ങ് പോലെ ആക്കി തീർത്തു. അങ്ങനല്ല പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ നിന്നും വെപ്രാളത്തോടു കൂടി നമ്മൾ സമർപ്പിക്കുന്ന ഒരു ആശീർവാദം ദുആയുടെ രൂപത്തിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു ഖൈർ ചെയ്യട്ടെ, നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ, നിങ്ങളുടെ ഇടയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വജമ അള്ളാഹു ബൈനക്കുമാ, നിങ്ങളെ 2 പേരെയും അള്ളാഹു കൂട്ടിച്ചേർക്കുമാറാകട്ടെ, അള്ളാഹു കൂട്ടിച്ചേർക്കുമാറാകട്ടെ. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅ, ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും. ഖുർആൻ പറയുകയാണ്, ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. നീ ഈ ഭൂമി നിറച്ചും സമ്പത്ത് ചെലവഴിച്ചു അല്ലേ? ഒരു ഫ്ലാറ്റ് കൊടുത്തു, ഒരു കാറ് കൊടുത്തു, കുറേ പണ്ടം കൊടുത്തു, കുറേ സ്വത്ത് കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷേ എൻ്റെ മോക്ക് ഇപ്പോഴും ഒരു സമാധാനമില്ല. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സമാധാനത്തിലാക്കി തീർക്കുമാറാക്കട്ടെ. നമ്മുടെ കുടുംബജീവിതവും അള്ളാഹു ഖൈറിലും ബറക്കത്തിലും ആക്കി തീർക്കുമാറാകട്ടെ. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബി. ഭൂമി നിറയെ നീ സമ്പത്ത് ചെലവഴിക്കാൻ സന്നദ്ധനായാൽ പോലും ആ 2 മനസ്സുകളെ തമ്മിൽ ഇണക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂല. അള്ളാഹു പറയാ, മാ അല്ലഫ്ത ബൈന വലാകിന്ന അല്ലാഹ അല്ലഫ ബൈന ഖുലൂബിഹിം. പിന്നെയോ അള്ളാഹു ആണ് ഈ ഹൃദയങ്ങളെ തമ്മിൽ ചേർക്കേണ്ടവൻ, ഒരുമിപ്പിക്കേണ്ടവൻ. അള്ളാഹു ആണ് എന്ന ബോധം നമുക്ക് നൽകുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ? വിവാഹാലോചന നടക്കുന്നത് മുതൽക്ക് നമ്മൾ ശ്രദ്ധിക്കണം. വിവാഹാലോചന നടക്കുന്നത് മുതൽക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം വിവാഹത്തിന്റെ ചടങ്ങുകളുടെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പുത്രന്റെയോ അല്ലെങ്കിൽ പുത്രിയുടെയോ ഇണയുടെയോ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാകണം, നല്ല ശ്രദ്ധ ഉണ്ടാകണം. ഈ ശ്രദ്ധകളോടൊപ്പം ആത്മാർത്ഥമായ നിലയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. അള്ളാഹു വിചാരിച്ചാലല്ലാതെ ഈ മനസ്സുകളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു വിചാരിച്ചാലല്ലാതെ ഈ മനസ്സുകളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ഞാൻ ഈ പറഞ്ഞതൊക്കെ വേണം. ഇപ്പം നമ്മുടെ ഇടയിൽ നടക്കുന്നതാണ്, 10 ദിവസമേ ബാക്കിയുള്ളൂ, 15 ദിവസമേ ബാക്കിയുള്ളൂ, പന്തലേൽപ്പിച്ചോ, കാറ്ററിംഗ് ഏൽപ്പിച്ചോ, മേക്കപ്പ് സെറ്റ് വന്നോ, ഓളെ കൊണ്ടുപോയി അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ. പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും ഒരു മാപ്പിളയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ പെണ്ണിൻ്റെ കുടുംബങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവർ ആകെ ഇനി 10 ദിവസമേ ബാക്കിയുള്ളൂ, 15 ദിവസമേ ബാക്കിയുള്ളൂ, ഈ കുട്ടിക്ക് വിവാഹ ജീവിതത്തെക്കുറിച്ചിട്ട് എന്തെങ്കിലും എൽമു പഠിപ്പിക്കണ്ടേ എന്ന് ചിന്തിക്കാറുണ്ടോ? ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് നിന്റെ മകൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? പഠിപ്പിക്കണ്ടേ? അതിനൊരു ഏർപ്പാടാക്കണ്ടേ? അല്ലോ ഇനി 15 ദിവസമേ ഉള്ളൂ, എൻ്റെ മോള് ആ പാഠം പഠിച്ചു തീർന്നില്ല എന്ന് ചിന്തിച്ചോ? ആരെങ്കിലും ചിന്തിക്കണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் ലോകം കണ്ട നല്ല ഭരണാധികാരിയാണ്. ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പോകുമ്പോൾ നാട്ടുകാർക്ക് കുറേ ഓഫറുകൾ പത്രത്തിൽ വാരി വിതരണം ചെയ്തിട്ട് നല്ല ഭരണമായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയിപ്പിച്ചിരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ തലവനായിരുന്നില്ല. പിന്നെയോ 1400 ചില്ലറ വർഷങ്ങൾക്ക് ശേഷവും ഭൂമിയുടെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും ഉമറിനെ അറിഞ്ഞ ആളുകളൊക്കെ പറഞ്ഞു, ഉമറിൻ്റെ ഭരണമായിരുന്നു നല്ല ഭരണം റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ലോകം ഭരിച്ചത്, രാജ്യം ഭരിച്ചത്, അദ്ദേഹത്തിൻ്റെ മഹല്ല് കാര്യങ്ങൾ ശ്രദ്ധിച്ചു, കുടുംബകാര്യങ്ങൾ ശ്രദ്ധിച്ചു, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു. വെറുതെ മിമ്പറിൽ കയറി പ്രസംഗം നടത്തി പോവുകയായിരുന്നില്ല, മിഹ്റാബിൽ നിന്ന് ഇമാമത്ത് ചെയ്തു പോവുകയായിരുന്നില്ല.
അതുപോലെ തന്നെ ന്യായാധിപനായി കോടതികളെയോ മറ്റു വകുപ്പുകളെയോ മാത്രം ഭരിക്കുകയായിരുന്നു, എല്ലാം ഭരിച്ചിരുന്നു. അതിൽ അദ്ദേഹം എഴുതി വച്ച പല നല്ല നിയമങ്ങളിലും ഒരു നിയമമുണ്ട്. എന്താ നിയമം എന്നറിയോ? ഏതെങ്കിലും ഒരു ചെറുക്കനോ പെണ്ണോ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് ആശിച്ചുകൊണ്ട് മഹല്ല് കമ്മിറ്റിയെ സമീപിക്കുന്നു എന്ന് വിചാരിക്കുക. അന്നത്തെ ഭരണകൂടത്തെ സമീപിക്കുന്നു. ഇസ്ലാമിക ഭരണത്തെ സമീപിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ശക്തമായ ഓർഡറായിരുന്നു, കൽപ്പനയായിരുന്നു, നിയമമായിരുന്നു. നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ നിയമത്തിലുണ്ടല്ലോ അല്ലേ, പാവപ്പെട്ട ഉസ്താദന്മാർ ഒരു ഏടും എടുത്ത് കഷത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. നിങ്ങൾ പറയുന്നിടത്തിരിക്കണം, നിങ്ങൾ പറയുന്ന അത്രേ സമയം ഇരിക്കണം. ഏതെങ്കിലും ഒരുത്തം വരാനുണ്ടെങ്കിൽ ഓനം കാത്തുകൊണ്ട് മണിക്കൂറുകളോളം ഇരിക്കണം. ഒരു ഞായറാഴ്ച 6, 7, 8, 9 നിക്കാഹുകൾ ഞാൻ കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ കണ്ണൂരിൽ. നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കൾക്കൊക്കെ ആയി 9, 10 കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ചിട്ട് വീട്ടിൽ പോയി അവസാനം പരിപ്പും ചോറും തിന്നിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമുക്ക് ചോറ് തിന്നാൻ സമയമില്ല, നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ സമയമില്ല. ഓട്ടമാണ്. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും 1, 2, 3 മിനിറ്റ് മാത്രമേ ഞാൻ ലേറ്റ് ആയിട്ടുള്ളൂ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ 1, 2, 3 മിനിറ്റ് ലേറ്റ് ആകുന്നത് എൻ്റെ കാരണം കൊണ്ടായിരിക്കില്ല, നിങ്ങളുടെ ഈ പറയുന്ന തിരക്കിൻ്റെ പേരിലായിരിക്കും. പക്ഷെ ഞാനൊരു 3 മിനിറ്റ് ഒന്ന് ലേറ്റ് ആയാൽ ഉടനെ ആളുകൾ ഇങ്ങനെ വാച്ചെടുത്ത് നോക്കാൻ പറയും. എന്നിട്ട് പിന്നെ ഒരു കമൻ്റ് ഉണ്ട്. ഈ കമൻ്റ് ഒന്നും ഞാൻ കേൾക്കുന്നില്ല ഞങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ മദ്രസയിലെ കുട്ടികളോട് പറയണം, മോനെ എനിക്ക് ഒരുപാട് കറാമത്തുകളുണ്ട്. അതിന് മലയാളത്തിൽ കറാമ്പറപ്പ് എന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് 50 മീറ്റർ ദൂരെ ഇരുന്നു കൊണ്ട് നീ സംസാരിച്ചാൽ നിൻ്റെ ചുണ്ട് നോക്കിയിട്ട് നീ എന്താ പറയുന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് പല നിക്കാഹിൻ്റെ സദസ്സിൽ 3 മിനിറ്റ് ഞാൻ ലേറ്റായിട്ട് വരുമ്പോൾ ഇങ്ങനെ നോക്കുന്ന നിങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? ഇനിയിപ്പോൾ ഓറ വക ഒരു നീട്ടിയ പ്രസംഗവും കൂടെ ഉണ്ടാവും, അതുകൂടെ നമ്മൾ സഹിക്കണ്ടേ. ഓറ വക ഒരു പ്രസംഗത്തിന് നിങ്ങൾ വന്ന് നിർബന്ധിച്ച് കൈയും കാലും പിടിച്ചിട്ടല്ലേ ഞാൻ വരുന്നത്. അല്ലാതെ നിങ്ങളുടെ മോടെ വിവാഹത്തിന് വിവാഹ പ്രസംഗം നടത്താൻ വേണ്ടി എനിക്കൊരവസരം തരുമോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചോ? ഇല്ലല്ലോ. ഇങ്ങനെ നമ്മൾ ഓടിപ്പടച്ച് 3 മിനിറ്റ് ലേറ്റായല്ലോ പടച്ചോനെന്ന് വെപ്രാളം പിടിച്ച് അങ്ങോട്ട് വന്ന് കയറിയിരിക്കുമ്പോൾ ഒന്ന് കാത്തിക്കണേ, ഓറ് വരുന്നുണ്ട്. ആരാ? വ്യാപ്പളുടെ അയൽവാസി വരുന്നുണ്ട്, ഓർക്കും വേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കണേ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നമ്മുടെ ചടങ്ങുകളൊക്കെ ശ്രദ്ധിക്കണം. കല്യാണം മൊത്തത്തിൽ ഉടച്ചു വാർക്കണം. വിവാഹമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചു പൊളിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു പ്രസംഗ മഹാമഹത്തിലൂടെ എല്ലാ കുറ്റവും അങ്ങ് പൊറുക്കും എന്ന് തെറ്റിദ്ധരിക്കുന്നത് മാറണം. എല്ലാ തോന്നിയാസം കാണിക്കുക, അവസാനം ഒരു നല്ല ഉസ്താദിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചാൽ അങ്ങ് ശരിയാവും. അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം. ഇവിടെ ഞാൻ പറഞ്ഞത്, അവിടെയും ഞങ്ങൾ പാവങ്ങൾ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഒരു ഏടും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ പലതും എഴുതുന്നുണ്ട്, ഡിക്ലറേഷൻ ഫോം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ കമ്മിറ്റി ഉമർ ബിൻ ഖത്താബിൻ്റെ നിയമത്തിലേക്ക് പോയിട്ടില്ല എന്നതാണ് ഖേദകരം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ നിയമം എന്തായിരുന്നറിയോ? ഒരു മഹലിൽ നിന്നും മറ്റൊരു മഹലിലേക്ക് വിവാഹം അന്വേഷിക്കുന്ന ആണോ പെണ്ണോ അപേക്ഷ കൊടുത്താൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ പറയുമായിരുന്നു, 2 പേരെയും വിളിപ്പിക്കണം, എന്നിട്ട് 2 പേരെയും കൗൺസിൽ ചെയ്യണം. കൗൺസിൽ എന്നത് മലയാളത്തിൽ എൻ്റെ വാക്കാണ്, മലയാളത്തിൽ തന്നെയല്ലേ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ? ആണ്. അങ്ങനെ വിചാരിച്ചോ? തൽക്കാലം വിചാരിച്ചോ? കൗൺസിൽ ചെയ്യണം. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് ആധുനിക ഭാഷയിൽ അതിന് പറയാറുള്ളത്. എന്നിട്ട് നീ ഭർത്താവാകാൻ യോഗ്യതയുണ്ടോ അല്ലേ എന്ന് നിന്നെ ഞാൻ നന്നായി പഠിക്കണം. മാപ്പിളയാകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പുതിയ കുപ്പായ ഇട്ടുകൊണ്ട് ആരൻ്റെ വീട്ടിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഒരു കാറിനകത്ത് വാടകയ്ക്കെടുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് അങ്ങ് കയറിയിരുന്ന് ഞെളിഞ്ഞു പോയി പൂമാലയും പടക്കവും ഒക്കെ പൊട്ടിച്ചാൽ പുതിയാപ്പിളയാവുമെന്ന് തെറ്റിദ്ധരിക്കരുത്. പിന്നെ എല്ലാത്തിൻ്റെയും അവസാനത്തിൽ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് ഉസ്താദ് ഖബിൽതു മിൻക നികാഹഹാ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതോടെ ദീനു ആവുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് ബോധപൂർവമാണ്, അബദ്ധത്തിലല്ല. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതേ ശ്രദ്ധിക്കാവൂ, പറയാത്തതിൻ്റെ എഴുതാപ്പുറമൊന്നും നിങ്ങൾ വായിക്കരുത്. നമ്മൾ തിരുത്തണം പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുത്തണം. ഇത് കളിയല്ല, ഇത് തമാശയല്ല, ഇത് ആഘോഷമല്ല, ഇത് ജീവിതമാണ്. ജീവിതത്തിലേക്ക് എടുത്ത് വെക്കുന്ന കാൽവെപ്പാണ്. ഇത് ശ്രദ്ധിക്കണം, ഇത് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் വിവാഹാലോചന നടത്തുകയോ വിവാഹം ഉറപ്പിക്കുകയോ അതിനൊരു ഡേറ്റ് തരണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു മഹല്ലുവാസിക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ഭരണകൂടത്തിലുള്ള ഒരു പൗരന് കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കും. ആണുങ്ങൾക്ക് പ്രത്യേക കൗൺസിലിംഗ് വേണം, പെണ്ണുങ്ങൾക്ക് പ്രത്യേക കൗൺസിലിംഗ് വേണം. നീ ഒരു പെണ്ണാണ്. ഇതുവരെയും ഉമ്മാൻ്റെ കീഴിൽ ജീവിതം എന്താണെന്നറിയാതെ കളിച്ചും ചിരിച്ചും കഴിഞ്ഞുകൂടുകയായിരുന്നു. നീ നിൻ്റെ വീട്ടിൽ ഒരു ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് ഉമ്മ തന്നാൽ ആ ഉള്ളി ചിലപ്പോൾ ഉമ്മാൻ്റെ മോന്തയ്ക്കെറിഞ്ഞിട്ട് പോയി കിടക്കുമായിരുന്നു. പക്ഷേ നിൻ്റെ ഉമ്മയായതുകൊണ്ട് നിന്നെ അവൾ കുറ്റം പറഞ്ഞില്ല. പക്ഷേ ഇന്നു മുതൽ നീ വേറൊരുത്തൻ്റെ വീട്ടിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നീ വേറൊരുത്തൻ്റെ പ്രിയതമയാവുകയാണ്. അവിടെ
നിൻ്റെ ഈ കളികളൊന്നും നടക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ അവൻ്റെ ആളുകളെ നന്നായി താലോലിക്കാൻ പരിപാലിക്കാൻ നിൻ്റെ ദസ്തർഖാനിലൂടെ നിനക്ക് സാധിക്കണം. മധ്യസ്ഥം പറഞ്ഞ് ജീവിതം പാഴായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദരൻ വന്നിങ്ങനെ കുറേ ഭാര്യനെക്കുറിച്ച് കുറ്റം കേട്ട് എനിക്കും തോന്നി ശരിയാണ്. പക്ഷെ ഞാൻ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ. ഭാര്യേൻ്റെ ആളുകളെ വിളിച്ചു, അവരല്ലാത്ത വേറെ ചില അതിനകത്തൊരു വലിയ തത്വമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മധ്യസ്ഥത്തിന് കുറേ ഹിക്മത്തുകളുണ്ട്. ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ചിട്ട് അറിയണമെങ്കിൽ അയാളുടെ ഉറ്റവരോടും ഉടയവരോടും ചോദിക്കുന്നതിന് പകരം അവരുടെ ശത്രുവിനോട് ചോദിക്കണമെന്നാണ് തത്വം. ശത്രു ചിലപ്പോൾ നമ്മളങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരാളെക്കുറിച്ചിട്ടാണ് നമുക്ക് വിധി പറയേണ്ടത് ഇന്ന ആളെക്കുറിച്ചിട്ടാണെങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോകുന്നത് അവനോട് ശത്രുതയുള്ള ആളുകളോടായിരിക്കും. ഒരു ശത്രുവിനെ മാത്രം ചോദിച്ചിട്ടൊക്കെ വന്നാലും പോരാ, ശത്രുവിനോടും ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ശത്രുക്കളോട് പോലും അന്വേഷിച്ചപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ചിട്ട് നല്ല അഭിപ്രായം, നല്ല കുട്ടിയാണ് അല്ലേ. എനിക്ക് ആ വാക്ക് പറയാൻ മടിയുണ്ട്, എന്നാലും അങ്ങനത്തെ വാക്കുകളാണ്. സംഗതി അവർ തമ്മിൽ ചെറിയ കശപിശുണ്ട്, അയൽവാസികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശുണ്ട്. പക്ഷേ ഓളെക്കുറിച്ചിട്ടൊന്നും ദോഷം പറയാൻ പറ്റില്ല. ഓള് നല്ല കുട്ടിയാണ്, ഉമ്മ അങ്ങനെ അതുകൊണ്ട് ഓള് നല്ല കുട്ടിയാണ്. തഹജ്ജുദ് നിസ്കാരം പോലും മുടക്കൂല, സുന്നത്തും പോലും മുടക്കുന്നില്ല, നല്ല പെൺകുട്ടിയാണ്. അപ്പോൾ എനിക്ക് സമാധാനമായല്ലോ. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കനെ വിളിച്ചു, ഒറ്റയ്ക്കിരുത്തി. എന്നിട്ട് ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഞാൻ ഇങ്ങനെ പഠിച്ചപ്പം അന്വേഷിച്ചപ്പോൾ, പിന്നെ അവരോടൊക്കെ നമ്മൾ ചിലത് പറയുമല്ലോ, എന്താ പറയുന്നത്, ഞാൻ ഭയങ്കര സൈക്കോളജിസ്റ്റാണ്, എനിക്ക് കറാമത്തുണ്ട്, ഞാൻ ഉള്ളറിയും, ഇങ്ങനെല്ലാം പറഞ്ഞു പോയി. നല്ല അവന് പറഞ്ഞൊരു വാക്കുണ്ട്, അത് നമ്മളെല്ലാവരും ചിന്തയിൽ വെക്കണം. ഉസ്താദേ, തഹജ്ജുദ് നിസ്കാരം അണ്ണാക്കി പോവോ? സുന്നത്ത് നോമ്പ് അണ്ണാക്കി പോവോ? തഹജ്ജുദ് നിസ്കാരം അണ്ണാക്കി പോവോ? സുന്നത്ത് നോമ്പ് അണ്ണാക്കി പോവോ? ഓള് ഭയങ്കര ഭക്തയാണെന്നൊക്കെ പറയുന്നല്ലോ. ഈ ഭക്തി കുടുംബജീവിതത്തിൽ നടക്കുമോ? കുടുംബജീവിതത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ലേശം ചായ ഉണ്ടാക്കി തരണ്ടേ, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഒരിറക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി തരണ്ടേ, അതിനൊക്കെ കഴിയണ്ടേ, അവനക്ക് അതിന് സാധിക്കണ്ടേ? ശരിയാണ്, അവിടെയാണ് ഞാൻ തോറ്റുപോയത് എന്ന് പറഞ്ഞാൽ നിൻ്റെ തഹജ്ജുദ് നിസ്കാരം ശരിയാ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കാരം കൊണ്ട് സ്വർഗത്തിൽ പോകാം എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്, വിചാരമുണ്ട്, പ്രതീക്ഷയുണ്ട്. സുന്നത്ത് നോമ്പ് നല്ല കാര്യമാണ്, ബാക്കി സൽക്കർമ്മങ്ങൾ നല്ല കാര്യമാണ്. പക്ഷേ ഇന്ന് നീ ഒരു ഭാര്യയായി മാറി, ഇന്ന് നീ വേറൊരുത്തൻ്റെ ജീവിത പങ്കാളിയായി, ഇന്ന് നീ വേറൊരുത്തൻ്റെ ഇണയായി മാറി. ഇന്ന് നിന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സുന്നത്ത് നിസ്കാരത്തേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്, സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്, അങ്ങനെ വെറുതെ ഞാൻ പറയുന്നതല്ല, ശരീഅത്തിൻ്റെ നിയമപ്രകാരം ഒരു ഭർത്താവിൻ്റെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിലല്ലാതെ ഭാര്യയ്ക്ക് അയാൾ നാട്ടിലുള്ളപ്പോൾ സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല എന്നാണ് ശരീഅത്തിൻ്റെ നിയമം. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാവുന്നുണ്ട്? എല്ലാം പഠിച്ചു വെച്ചോ, ഇന്ന് വീട്ടിൽ പോയിട്ട് പ്രയോഗിക്കണ്ടേ, അവളോട് പറയണ്ടേ, കൃത്യമായി പഠിച്ചു വെച്ചോളാം. പറ്റിയെങ്കിൽ ഈ കാസറ്റ് വാങ്ങിക്കൊണ്ട് പോകണം, ഭാര്യനോട് നമുക്ക് ആർഗ്യുമെൻ്റ് ചെയ്യണം, നീ വരച്ച വരെ ഞാൻ നിന്നെ നിർത്തുമെന്ന് പറയണം, അതിനെനിക്ക് ദീനിൻ്റെ ആധികാരികമായ പിന്തുണയെന്ന് പറയണം, കാമ്പസാറിൻ്റെ മിമ്പറിൽ നിന്നാണ് ഞാൻ കേട്ടിട്ട് വരുന്നതെന്ന് പറയണം. ഭാര്യയെ ഭരിക്കാനല്ല പ്രിയപ്പെട്ടവരെ, ഭാര്യയെ ഭരിക്കാനല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ കയ്യൂക്ക് കൊണ്ടും നമ്മളുടെ വാക്കിൻ്റെ ഊക്കുകൊണ്ടും കടുപ്പം കൊണ്ടും ശക്തി കൊണ്ടും കണ്ണുരുട്ടൽ കൊണ്ടും ഒരിക്കലും സുഖകരമാക്കി തീർക്കാൻ കഴിയുന്ന ഒന്നല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട്, സ്വഭാവശുദ്ധി കൊണ്ട്, തന്ത്രപരമായ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്നൊക്കെ പറയും, തന്ത്രപരമായ ഇടപഴകലുകൾ കൊണ്ട് ഒക്കെ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തെ ഹൈറാക്കി തീർക്കാൻ കഴിയും, സന്തുഷ്ടമാക്കി തീർക്കാൻ കഴിയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നിലധികം ഭാര്യമാരെ ഒന്നിച്ചു കൊണ്ടുപോവുകയും അവിടുത്തെ വഫാത്തിൻ്റെ നേരത്ത് 9 ഭാര്യമാർ നിലവിലുണ്ടാവുകയും ചെയ്തു. 9, ഒരെണ്ണത്തിനെ തന്നെ പോറ്റിട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല, ഒരെണ്ണത്തിനെ തന്നെ സഹിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. എന്തെല്ലാം നമ്മൾ നന്മ ചെയ്താലും പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണിനൊരു അസലുണ്ട്, അത് പെണ്ണ് തന്നെയാണ്. അത് ഐഷ ബീവി ആണെങ്കിലും ശരി, ഞാൻ പറയുമ്പം അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ, പെണ്ണ് എന്ന് പറഞ്ഞാൽ ഓള് പെണ്ണ് തന്നെയാണ്. അത് അനസ് മൗലവിൻ്റെ ഭാര്യ ആണെങ്കിലും ശരി, അതിന് വേണ്ടാത്ത അർത്ഥമൊന്നും വെച്ചേക്കരുത് നിങ്ങളാരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിൻ്റെ പെണ്ണാകുന്ന ഇണയ്ക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അവൾ ഇഷ്ടപ്പെട്ടതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുത്തു, അവൾ ഇഷ്ടപ്പെട്ടതൊക്കെ നീ സാധിച്ചു കൊടുത്തു. എങ്ങാനും ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയ്ക്കിൽ ഒരു കാര്യത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിപ്പോയാൽ, അബദ്ധത്തിൽ പറ്റിപ്പോയതാപ്പാ,
അബദ്ധത്തെ പറ്റിപ്പോൾ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക്, ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് അവൾ ആവശ്യപ്പെട്ടത് അങ്ങനെ കൃത്യമായ നിലയിൽ ചെയ്തു കൊടുക്കാൻ കഴിയാതായിപ്പോയി. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി വലിയ ബഹുമാനത്തോടു കൂടി ഇങ്ങനെ അങ്ങ് തുറന്ന് വെക്കുമ്പം മോന്ത ചിരിക്കുന്നതിന് പകരം വീർത്തു, ദേഷ്യം വന്നു, കോപം വന്നു. അതിങ്ങനെ എടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എടുത്ത് നമ്മളെ മോന്തയ്ക്കടിക്കാൻ ചിലപ്പോൾ ഒക്കെ ധൈര്യമില്ലെങ്കിലും വേറെ ആരുടെയെങ്കിലുമൊക്കെ മോന്തയ്ക്കോ അല്ലെങ്കിൽ ചുമരിലോ ഒക്കെ ഇതിങ്ങനെ അടിക്കും. എന്നിട്ട് ഇത്രയും കാലം എന്തെങ്കിലും ഒരു നന്മയോ ഉപകാരമോ നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇത്രയും കാലം നിങ്ങളിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരമോ നന്മയോ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ആര് പറയാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു എന്ന് പറയുന്നു. മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു. അതുകൊണ്ട് ഈ ഇരിക്കുന്ന എൻ്റെയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാര്യയുടെ വായിൽ നിന്നും ഇങ്ങനൊന്ന് കേട്ടാൽ നമുക്ക് ഞെട്ടലൊന്നും ഉണ്ടാകട്ടെ. കാരണം എന്താ അറിയോ? 1500 വർഷം മുമ്പ് എൻ്റെ ഹബീബ് എനിക്ക് പറഞ്ഞു തന്നു, നിന്നെ പോലത്തെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയൂന്ന്. അത് സഹിക്കാൻ റെഡിയായിട്ടാണ് ഞാൻ മാപ്പിളയായത്. അത് സഹിക്കാൻ തയ്യാറായപ്പോഴാണ് ഞാൻ മാപ്പിള കുപ്പായ ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ മാപ്പിള കുപ്പായ ഇടേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ നമ്മളുടെ പെണ്ണിനോട്, പ്രിയതമയോട് എത്രയേറെ നല്ല നിലയിൽ പെരുമാറാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അവിടെ നിന്നും നമുക്ക് നെഗറ്റീവായ പ്രതികരണങ്ങൾ ഉണ്ടാകാം. അതിനെ നമ്മൾ കരുതലോടുകൂടി കാണണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നില്ലേ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണപാത്രവുമായി അടുത്ത വീട്ടിൽ നിന്നും ഭാര്യ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഭാര്യയും തമ്മിൽ എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നങ്ക ഉണ്ടാവും, ഇച്ചൂച്ചി ഉണ്ടാവും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ കോപത്തിലും ദേഷ്യത്തിലും ആയിഷ റളിയല്ലാഹു അൻഹ അവറുകൾ ആ പാത്രം തല്ലി താഴെ ഇട്ടു. പൊട്ടിത്തെറിച്ചു. ആ നാട് മുഴുവൻ, വീട് മുഴുവൻ അലാക്കായി. എൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിവസം കൂടിയിട്ടായിരിക്കും ആ ഒരു മധുര പലഹാരം കഴിക്കാൻ ആഗ്രഹിച്ചത്. ഒരു വീട്ടിൽ അത് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഹബീബ് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കൊടുത്തു വിട്ടതല്ലേ. ഈ സമയത്ത് ഈ പാത്രം ആയിഷ റളിയല്ലാഹു അൻഹ എന്ന പ്രിയപ്പെട്ട പത്നി ദേഷ്യത്തോടു കൂടി തട്ടി താഴെയിട്ട് പൊട്ടിച്ചാൽ ഭർത്താവ് എന്ന നിലയിൽ, അല്ലേ, പുരുഷൻ എന്ന നിലയിൽ ഇരിക്കുന്ന നമ്മളെ പോലത്തെ ആണും നട്ടലും ഒക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളെന്ന നിലയിൽ എന്തായിരുന്നു പ്രതികരിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, എങ്ങനെയായിരുന്നു പ്രതികരിക്കേണ്ടത്? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല. തൽക്കാലം മൗനം ദീക്ഷിച്ചു. ചില സന്ദർഭങ്ങളിൽ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് മൗനം ദീക്ഷിക്കണമെന്ന് പഠിപ്പിച്ചില്ലായിരുന്നോ? മറന്നുപോയാ? ഇന്നലത്തെ അങ്ങ് മറന്നുപോകും. എന്നിട്ട് പുതിയതിന് വേണ്ടി എന്ന് വരാം. ഇന്നലെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അവസാനം പറഞ്ഞല്ലേ നിർത്തിയത്. ഇന്നലത്തെ മറക്കരുത്. എല്ലാ ദിവസവും ഓരോന്ന് പറയും, അതെന്തെങ്കിലുമൊക്കെ ഉപകാരത്തിനായിരിക്കും. ഇന്നലെ മൗനം ശീലിക്കണമെന്ന് പറഞ്ഞു. ആ മൗനം ശീലിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉപയോഗപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ആയിഷ റളിയല്ലാഹു അൻഹ അവറുകൾ കാണിച്ച അതേ കോപത്തിലും ദേഷ്യത്തിലും നമ്മളുടെ കൈ അങ്ങോട്ട് മടക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈ നീട്ടി ഒന്ന് കൊടുത്താൽ അതിനുള്ള ആരോഗ്യമുണ്ട്. നമ്മൾ വിചാരിക്കല് അനസ് മൗലവി അടിക്കാത്തത് അനസ് മൗലവിക്ക് കഴിയാത്തത് കൊണ്ടാണ്. കഴിയും. ഇപ്പം കാലിന് ശേഷം കുഴപ്പമുണ്ടതേ ഉള്ളൂ, കൈക്കിപ്പോഴും കുഴപ്പമൊന്നുമില്ല അല്ലേ, നല്ലോണം കഴിയും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഒച്ച വെക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ചീത്ത പറയാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ കൈവലിച്ചടിക്കാത്തത്? ഞങ്ങൾ ഓതിയ ഖുർആനിലൂടെ ഞങ്ങൾക്ക് പടച്ചവൻ തന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ പഠിച്ച ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഞങ്ങൾ പകർത്തിയെടുത്ത ആ സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ പേരിലാണ്. അല്ലാതെ കൈക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. അബൂജഹലും അഷ്റഫുൽ ഖൽക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചെറുപ്പത്തിൽ മക്കത്ത് വെച്ച് ഒരു ഗുസ്തി നടത്തിയെന്നാണ്. ഞാൻ അത് ഒന്ന് പറഞ്ഞേക്കാം. നമ്മൾ വിചാരിക്കേണ്ട റസൂലുള്ളാഹിക്ക് ആരോഗ്യമില്ല. നമ്മൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമായിരുന്നു, കഷ്ടപ്പാടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാവം, അള്ളാഹുവിൻ്റെ റസൂലിന് കച്ചവടം ചെയ്യാൻ അറിയില്ലേ റബ്ബേ, തൊഴിലെടുക്കാൻ അറിയില്ലേ റബ്ബേ, പൈസ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ റബ്ബേ. നല്ല മനസ്സുകൾ എന്താ വിചാരിക്കാന്നറിയാം, അള്ളാഹ് ഞമ്മക്ക് ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ നമ്മൾ കുറേ എന്തെങ്കിലും എല്ലാം കൊണ്ട് കൊടുക്കാമായിരുന്നല്ലോ. ഞാനത് വെറുതെ പറയുന്നതല്ല കേട്ടോ. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ പറയുന്നത്, ഉത്തരേന്ത്യയിൽ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. അന്ന് അൽഹംദുലില്ലാഹ് ചെറുപ്രായത്തിൽ ഞാൻ പറഞ്ഞു, ഇന്നാണല്ലോ ഇപ്പം മൂലക്കായത്. ഇങ്ങനെ 2-3 മിമ്പർ മെഹ്റാബുകളുടെ ഉള്ളിൽ കെട്ടിയിട്ടത് നിങ്ങളാണ് കെട്ടിയിട്ടത്. ലോകം മുഴുവൻ കറങ്ങെടുത്തുനിന്ന് എന്നെ പിടിച്ചുകൊണ്ട് കെട്ടിയിട്ടത് നിങ്ങളാണ്. അന്ന് ഞാൻ ഉത്തരേന്ത്യയിൽ പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവരെ, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഉറുദു ഭാഷയിൽ പ്രസംഗിക്കുക. ഞാൻ സാധാരണ നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ, ഇങ്ങനെ നീട്ടി ഖുർആൻ ഓതി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ്, തങ്ങളോടുള്ള മുഹബ്ബത്ത് പറഞ്ഞ്, തങ്ങളുടെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം പറഞ്ഞ്, തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞ് ആ സാധുക്കളായ ഉത്തരേന്ത്യക്കാരെ ഇങ്ങനെ പ്രസംഗിച്ച് സന്തോഷിപ്പിക്കുന്നതിനിടയിൽ ഒരു സഹോദരൻ, എല്ലാവരും കരയുന്നുണ്ട്, ഒരു സാധാരണക്കാരെ സഹോദരൻ ചാടി എഴുന്നേറ്റു, ഓടി വന്ന് എൻ്റെ കൈക്ക് പിടിച്ചു
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു, എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയത്? അദ്ദേഹം ചോദിക്കുക, ഒരു സാധാരണക്കാരൻ അവിടെ പോയി, അബൂജഹൽ അങ്ങനെ ചെയ്തു, ഉത്തുബ ഇങ്ങനെ ചെയ്തു, ഷെയ്ബ അങ്ങനെ ചെയ്തു, ഇങ്ങനെ നാളെ നമ്മൾ പ്രസംഗിക്കും. എന്തിനാണ് അവിടെ പോയി? എന്താ ഇവിടെ വന്നില്ല? നമ്മുടെ നാട്ടിൽ വന്നൂടെ? നമ്മൾ കൊടുക്കൂലേ? നമ്മൾ നോക്കൂലേ? നമ്മൾ കൊടുക്കൂലേ? ഇയാൾ കരച്ചിലേക്ക് ഒരു ഭ്രാന്തനെ പോലെ. ഞാനും കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ റസൂൽ ഇത്രയും കഷ്ടപ്പെട്ട്, ഇത്രയും പ്രയാസപ്പെട്ട്, ഇത്രയും ത്യാഗം ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ സുഖമായിട്ട് ജീവിക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കുക, നമ്മുടെ റസൂലിന് നമ്മൾ ഭക്ഷണം കൊടുക്കൂലേ? സാധാരണക്കാരാണ്. ഒരു 10-40 വർഷത്തിന് മുമ്പ് ഇന്നത്തേതുപോലെ വൃത്തികേടുകളൊന്നും കടന്നിട്ടില്ലാത്ത ആ ശുദ്ധനായ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വന്ന വാക്കാ. ശരിയാ, നമ്മൾ വിചാരിക്കരുത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കഴിവ് കെട്ടതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതല്ല. ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ നബിതങ്ങൾ പലപ്പോഴും താഴ്മ പ്രകടിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, പ്രതികരിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ശേഷിയില്ലാത്തത് കൊണ്ടല്ല. അബൂജഹൽ ബദറിൻ്റെ രണാങ്കണത്തിൽ മറിഞ്ഞു കിടക്കുകയാണ്. 2 ചെറിയ കുട്ടികളാണ് കൊലപ്പെടുത്തിയത്, നമുക്കൊക്കെ അറിയാമല്ലോ, കൊലപ്പെടുത്താൻ വേണ്ടി വെട്ടി വീഴ്ത്തിയത്. പഴയ കഥകളൊക്കെ ആവർത്തിച്ചുകൊണ്ട് കണക്ക് തീർക്കൽ നിർബന്ധമായതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദിൻ്റെ കയ്യിൽ ഒരു വാള് കൊടുത്തിട്ട് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, പോണം, ആ ആജാന ബാഹുവായ ശത്രു മറിഞ്ഞു കിടക്കുന്നുണ്ട്, 2 കുട്ടികളാണ് മറിച്ചിട്ടിരിക്കുന്നത്, നീ പോയി അവൻ്റെ കഴുത്ത് കൊയ്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞു, കഴുത്തറുത്തുകൊണ്ട് വരണം. അപ്പോൾ ഈ സാധുവായ സഹാബി, അദ്ദേഹം യുദ്ധപോരാളിയൊന്നും അല്ലല്ലോ, ഒരു മസ്ഊദ് വലിയ പണ്ഡിതനാണ്, സഹാബി. അദ്ദേഹം ഇങ്ങനെ പേടിച്ച് പറിച്ചിട്ട് പോയി, റസൂൽ, ഞാൻ പോകണം, ഞാൻ തന്നെ പോകണം, നീ തന്നെ പോകണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദിനെ തന്നെ സെലക്ട് ചെയ്ത് അയക്കുമ്പോൾ തങ്ങൾക്കൊരു കണക്ക് തീർക്കലിൻ്റെ കഥയുണ്ടായിരുന്നു. ഇദ്ദേഹം പോകുമ്പം ചോദിച്ചു, നബിയെ, ഇത്രയും കൂടുതൽ ആളുകൾ പരിക്കേറ്റ് മറിഞ്ഞു വീണ് കിടക്കുമ്പോൾ അതിൽ നിന്നും കറക്റ്റ് ഇയാളാണെന്ന് അറിയാൻ എന്താ മാർഗം? എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു. അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ്റെ ഈ കാല് പൊക്കിയിട്ട് നോക്കണം. അതിനെന്താ പറയുന്നത് അറിയാം നിങ്ങളുടെ ഭാഷ? ഈ കാല് പൊക്കിയിട്ടേ നോക്കണം, ആ കാലിൽ ഒരു നീളമുള്ള പാടുണ്ട്, ഒരു കലയുണ്ട്. ആ കല കണ്ടാൽ തിരിച്ചറിയാം ഓൻ തന്നെയാണ്. അതെന്താണെന്നറിയോ കല? പണ്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കളിപ്രായത്തിൽ ഒന്നിച്ച് മക്കയിൽ ഗുസ്തി പിടിക്കുമായിരുന്നു. അന്ന് അബൂജഹൽ ഭയങ്കര ശക്തിമാനാണ്. അബൂജഹലും ഉമറും ഒക്കെ തുല്യ ശക്തികളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ ഒരിക്കലും അവൻ ഭയങ്കര ബങ്ക് പറഞ്ഞു, എന്നെ കുസ്തിയിൽ തോൽപ്പിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചു. അന്ന് ഞാൻ ഇറങ്ങി അവനെതിരെ, ഞാൻ അവനോട് കുസ്തി വിളിച്ചു. അവസാനം ഞാൻ അവനെ മലർത്തി അടിച്ചു. അവൻ്റെ കാല് ഒരു പാറക്കല്ലിൽ ഇടിച്ചു, മുറിവായി. അതിൻ്റെ പാട് മരിച്ചിട്ടും മായാതെ അവൻ്റെ കാലിൽ ഇന്നും ബാക്കിയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂജഹലും ഉറ്റ ചങ്ങായിമാരായിരുന്നു. ഇസ്ലാമിൻ്റെ പേരിൽ മാത്രമേ അകൽച്ചയുള്ളൂ, ശത്രുതയുള്ളൂ. ആരാ അബൂജഹൽ എന്നറിയോ നിങ്ങൾക്ക്? അബൂജഹൽ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ പ്രിയപ്പെട്ട കാർണോറാണ്. അബൂജഹലിൻ്റെ പ്രിയപ്പെട്ട പെങ്ങടെ മോനാണ് ഈ ഉമർ എന്ന് പറയുന്നത് റളിയല്ലാഹു അൻഹു. ആരും അങ്ങ് ദൂരെയൊന്നും ഉള്ളവരൊന്നും അല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് അബൂജഹൽ എന്ന് പറയുന്ന ആജാന ബാഹു, എങ്ങനത്തെ ആജാന ബാഹുവാ? അയാളെക്കുറിച്ച് പറയാറുള്ളത്, വലിയ ഒട്ടകത്തിൻ്റെ ഉണങ്ങിയ തോല് കൊണ്ടുവന്ന് നിലത്ത് വിരിക്കും, എന്നിട്ട് ആ തോലിൻ്റെ മേലെ അയാൾ കയറി നിൽക്കും. നാട്ടുകാരോട് തൻ്റെ ശക്തി വൈഭവം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയും, എല്ലാവരും വന്ന് 4 ഭാഗത്തു നിന്നും ഈ തോലൊന്ന് വലിച്ച് എന്നെ ഒന്ന് അനക്കാവോ, എന്നെ അനക്കിയാൽ ഒരു ഷവർമയും ചായയും ഞാൻ അതറിയാണ്ട് പറഞ്ഞു പോയതാണ്, ഞാൻ വാങ്ങിത്തരും എന്ന് പറയുക. അവൻ ഒരു വലിയ ഒട്ടകത്തിൻ്റെ തോലിൽ ആജാന ബാഹുവായി ആൾ ഇങ്ങനെ കയറി നിൽക്കും. എന്നിട്ട് 4 ഭാഗത്തു നിന്നും ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ പിടിച്ചു വലിക്കാൻ പറയും. പിടിച്ചു വലിച്ചിട്ട് എന്നെ ഒന്ന് അനക്കിയാൽ സമ്മാനം തരാം. അനക്കാൻ കഴിയില്ല, ആ ഒട്ടകത്തിൻ്റെ തോല് കീറുകയല്ലാതെ അനങ്ങൂല. അങ്ങനത്തെ ആജാന ബാഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മറിഞ്ഞു വീണു, കാലിൽ മുറിവായി. ഞാൻ ഈ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കരുത് ഏതെങ്കിലും ഒരു നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താവ് പടച്ചവനെ പേടിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട പത്നിയോടുള്ള പെരുമാറ്റത്തിൽ താഴ്മ പ്രകടിപ്പിച്ചാൽ അത് അയാളുടെ ബലഹീനതയായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വരച്ച വരയിൽ വാ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ വൈകുന്നേരം ഭക്ഷണം വിളമ്പുമ്പോൾ ഞാൻ പകരം തീർക്കും എന്നൊന്നും പറയണ്ട. നീ നിൻ്റെ ഹുങ്കാണ്, കിബ്റാണ് എന്ന് വിചാരിക്കുക വേണ്ട. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് നിർത്തണമെന്ന് നമ്മുടെ തൊണ്ട പറഞ്ഞു തുടങ്ങി. സമയം പറഞ്ഞിട്ട് കുറേ സമയമായി. സമയം പറഞ്ഞത് കേൾക്കാനിട്ട് ഞാൻ വീണ്ടും നീട്ടുമ്പോൾ നമ്മുടെ തൊണ്ട പറഞ്ഞു തുടങ്ങി നിർത്തണമെന്ന് പറയാൻ തുടങ്ങി. പക്ഷെ നിർത്തിയാലേ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ എണീച്ചു പോയിട്ട് ചിലപ്പം കുടുംബ കലഹം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്.
കുടുംബകലഹം വർദ്ധിക്കാൻ സാധ്യതയുണ്ടല്ലോ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തെ വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി വേണം നമുക്ക് മുമ്പോട്ട് നയിക്കാനുള്ളത്. അപകടം വന്നാൽ, താളപ്പിഴകൾ സംഭവിച്ചാൽ, ആ താളപ്പിഴ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വാക്കിലായിരിക്കും, ഒരു ചെറിയ വാക്കിൽ, ചിലപ്പോൾ ഒരു പെരുമാറ്റത്തിലായിരിക്കും, ഒരു സ്വഭാവത്തിൻ്റെ രീതി ശാസ്ത്രത്തിലായിരിക്കും, ചെറിയൊരു വ്യത്യാസം. അത് നമുക്ക് നല്ല നിലയിൽ പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ, നല്ല നിലയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബജീവിതം സ്വർഗസമാനമാകും. സ്വർഗസമാനമാകും. അതല്ലെങ്കിലോ നമ്മളുടെ കുടുംബജീവിതം നരകതുല്യമാകും. നമ്മളുടെ കുടുംബജീവിതം നരകതുല്യമാകും. ഇത് രണ്ടും തീരുമാനിക്കേണ്ടത് ഭാര്യയാണ്, ഇത് രണ്ടും തീരുമാനിക്കേണ്ടത് ഭർത്താവാണ്. നമ്മൾ ഒരിക്കലും പെണ്ണിനെ മോശമായി കണക്കാക്കരുത്. അവളെ തറയാണ്, താഴ്വയാണ്, എപ്പോഴും അവൾ ഞാൻ പറയും പോലെ നിന്നോണം എന്ന് വിചാരിക്കരുത്. അത് ഇസ്ലാമല്ല, അത് ദീനല്ല, അത് നബി തങ്ങളുടെ ശരീരവുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഉദ്ധരണികളൊക്കെ വെച്ച് പരിശോധിക്കും. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, പെണ്ണിനെ എവിടെ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത്? കാലിൻ്റെ എല്ലിൽ നിന്നാണ് പെണ്ണിനെ സൃഷ്ടിച്ചത്. അങ്ങനെയാണോ? കാലിൻ്റെ എല്ല്, ആദം നബി അലൈഹിസ്സലാമയുടെ കാലിൻ്റെ എല്ലിൽ നിന്നാണ് പെണ്ണിനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ പെണ്ണിനെ നമുക്ക് ചവിട്ടിത്താത്താം, ഓളെ നമുക്ക് ചെരുപ്പാക്കാം, ഓളെ നമുക്ക് അവഗണിക്കാം, ഓളെ നമുക്ക് അടുക്കളയിൽ അടച്ചൊതുക്കാം. ഇതൊക്കെ ഓരോ ദിവസവും പ്രസംഗിക്കേണ്ട കാര്യം കേട്ടോ. എല്ലാവരും വിചാരിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രം സ്ത്രീ വിരുദ്ധരാണ്, മുസ്ലിമീങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരാണ്, മുസ്ലിമീങ്ങൾ ചെയ്യുന്നതൊക്കെ പഴഞ്ചൻ പണിയാണ്, മുലിയാമാർക്ക് ഇതിൻ്റെ ഒക്കെ ഫിലോസഫി അറിയാത്തത് കൊണ്ടാണ്, മുലിയാമാർക്കൊക്കെ ഇതിൻ്റെ മോഡേൺ സൈക്കോളജി അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ദിവസം തരുമെങ്കിൽ ഓരോ ദിവസവും ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് നന്നായി പറയാൻ കഴിയും. പറയലല്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കല്ല സ്വാതന്ത്ര്യക്കുറവ്. അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. സ്ത്രീകൾക്ക് എന്ത് സ്വാതന്ത്ര്യക്കുറവാണുള്ളത്? നമ്മൾ അവരെ അടുക്കളയിൽ അടച്ചിട്ടു, വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിട്ടു. വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കാൻ കിട്ടുന്ന ഒരു മഹാഭാഗ്യം രാജ്ഞികൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരം വെളുക്കുന്നതിന് മുമ്പ് കക്കൂസിപ്പാൻ സമയമില്ലാതെ, നാസ്ത കഴിക്കാൻ സമയമില്ലാതെ, ചായ കുടിക്കാൻ സമയമില്ലാതെ ചട്ടപ്പെട്ടാന്ന് പകുതി കുടിച്ച് പകുതി കുളിച്ച് ഓടി വണ്ടിയെടുത്ത് വരിക. എന്തിനാ? നിന്നെ പോറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ പോകുന്നത്. നീ ആവശ്യപ്പെടുന്ന സാധനമൊക്കെ വാങ്ങിത്തരാൻ വേണ്ടിയിട്ടാണ്. ആർക്കാ സ്വാതന്ത്ര്യം ഉള്ളത്? ആർക്കാ സ്വാതന്ത്ര്യം ഇല്ലാത്തത്? ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ഭർത്താവിനെ ഒരുക്കി അങ്ങ് ഇറക്കി, മക്കളെ ഒരുക്കി സ്കൂൾ ബസ് വന്നപ്പോൾ കയറ്റി അങ്ങ് വിട്ട്, പിന്നെ അവൾ രാജ്ഞിയായില്ലേ, സ്വതന്ത്രയായില്ലേ. പിന്നെ പാള പോലത്തെ ഒരു നീളമുള്ള ഫോൺ എടുത്തോണ്ടെങ്കിൽ ഇങ്ങനെ കടകടാന്ന് ജീവിക്കുകയല്ലേ. ഓളെ പോലത്തെ സ്വാതന്ത്ര്യം വേറെ ആർക്കാ ഉള്ളത്? ഞാൻ വെറുതെ പറഞ്ഞങ്ങ് വിടുകയല്ല, വ്യക്തമായ നിലയിൽ നമ്മൾ പഠിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിർത്തിയേക്കാം. ഒറ്റ വാക്കെന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് തീരാത്ത കുറേ വാക്കുകളിലൂടെ അത് പറഞ്ഞു തീർക്കാം എന്ന് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ പഠിച്ച് ഒരു പുരുഷൻ വലിയ ആളായെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വലിയ ആളാകുന്നത് അവൻ നല്ലൊരു ഡോക്ടറായി, ഒരു സർജനായി എന്ന് വിചാരിച്ചു. ഒരു ഡോക്ടറായി, ഒരു സർജനായി. സർജൻ എന്ന് പറഞ്ഞാൽ സർജറിയാണ്, സർജറിയായി. ഈ സർജറി എന്ന് പറയുന്ന, ഡോക്ടർ എന്ന് പറയുന്ന ഉദ്യോഗത്തിൽ നമ്മുടെ സമൂഹം കാണുന്ന വലിയ ഒരു തസ്തികയിൽ ഇരിക്കുന്ന ഒരു പുരുഷൻ, അവന് രാത്രി സമാധാനമുണ്ടോ? പകൽ സമാധാനമുണ്ടോ? അവന് കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ടോ? അവന് ലീവ് എടുക്കാൻ കഴിയുന്നുണ്ടോ? ഞാനിതൊന്നും പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഞാനിങ്ങനെ കുറേ നാളായി ആശുപത്രിയുമുള്ള സഹവാസം, ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നതിൻ്റെ പേരിൽ നമ്മൾ നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയല്ലേ പ്രിയപ്പെട്ടവരെ. യഥാർത്ഥത്തിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന, വിശാലമായ ജീവിത സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സ്വതന്ത്രമായി ജീവിക്കുന്ന ഭാര്യമാർ, പെണ്ണുങ്ങളല്ലേ സ്വതന്ത്രർ. ഈ പാവപ്പെട്ട പുരുഷന്മാർക്ക് എന്ത് സ്വാതന്ത്ര്യമുള്ളത്? അവർ രാത്രി ഒരേ പണിയെടുക്കുന്നു. അത് എന്ത് പണിയാ? എന്ത് പണിയാ? നല്ല സുഖമുള്ള പണിയാ. സർജറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പണിയാന്ന് നിങ്ങളുടെ വിചാരം? എല്ലാ ദിവസവും ഇങ്ങനെ ചോര കാണാൻ. അവർക്ക് സ്വതന്ത്രമായൊരു വസ്ത്രം അണിയാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പറയുന്നത് പെണ്ണുങ്ങളെ കറുത്ത ബുർക്കയുടെ ഉള്ളിൽ അടച്ചൊതുക്കി നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കുന്ന, അതിനേക്കാൾ നിങ്ങൾ കണ്ടിട്ടില്ലേ കസായിമാരുടെ കോലം അണിയാൻ നിർബന്ധിതനാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ മോനേത് വസ്ത്രം ഇടുന്നു? ഓന് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ വന്നിറങ്ങി കാറ് പാർക്ക് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് വാച്ച്മാൻ്റെ താക്കോൽ ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത് വരുമ്പം പാവം നല്ല കോലത്തിലാണ്, നല്ല വേഷത്തിലാണ്. അവൻ ഓടിച്ച് ഒന്ന് പോയി തിയേറ്ററിൻ്റെ പുറത്ത് പ്രിപ്പറേഷൻ റൂം, എന്ത് പ്രിപ്പറേഷനാണ്, പ്രിപ്പറേഷൻ റൂമിനകത്ത് നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ പാൻറ്റും ഇല്ല, ഷർട്ടും ഇല്ല. അവനൊരു കസായിൻ്റെ, നമ്മൾ ചിക്കൻ കടയിൽ പോകുമ്പോൾ അവരുപയോഗിക്കുന്നത് പോലത്തെ ഒരു, അല്ലേ? അങ്ങനെയൊക്കെ തന്നെ അല്ലേ സഹോദര? അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരും കാണാതെ ഒറ്റയ്ക്ക് റൂമിൽ വന്ന് പറയണോ? ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് ഒരു പുരോഗമന ചിന്താഗതിയുടെ പേരിൽ മുസ്ലിങ്ങൾ മാത്രം പഴഞ്ചന്മാർ, അവരുടെ പെണ്ണുങ്ങളൊക്കെ അടുക്കളയിൽ അടക്കി ഒതുക്കിയിരിക്കുന്നു, അവർക്ക് സ്വാതന്ത്ര്യമില്ല. മുസ്ലിം പെണ്ണുങ്ങളെ പോലത്തെ സ്വാതന്ത്ര്യം ഭൂമിയിൽ വേറെ ആർക്കും ഇല്ല. പുരുഷന്മാർ സ്വതന്ത്രരാണ് എന്നത് തെറ്റായ ധാരണയാണ്. പുരുഷന്മാർ പാവങ്ങൾ,
തലയിൽ മുഴുവനും കൊണ്ട് നടക്കുന്നത് ഭാണ്ഡക്കെട്ടാണ്. പെണ്ണിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഉറ്റവർക്ക് വേണ്ടി, ഉരയർക്ക് വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഇതെല്ലാം ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മളോടൊപ്പം ഇണയായി ജീവിക്കുന്നവളെ നല്ല നിലയിൽ പോറ്റി വളർത്താൻ പഠിപ്പിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഇസ്ലാമിക വീക്ഷണത്തിൽ പെണ്ണ് ആദം അലൈഹിസ്സലാമയുടെ കാലിൻ്റെ എല്ലിൽ നിന്നും പടക്കപ്പെട്ടവളല്ല. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ കാൽ കീഴിലാക്കുക. എന്നാൽ ഇസ്ലാമിന് മറ്റൊരു വ്യക്തമായ കാഴ്ചപ്പാടും കൊണ്ടുണ്ട്. പെണ്ണിനെ തലയുടെ എല്ലിൽ നിന്നും പടക്കപ്പെട്ടവളുമല്ല. അതുകൊണ്ടാണ് നമ്മൾ തലയിലും വെക്കാത്തത്. തലയിലും വെക്കരുത്. തലയിലും കണ്ണൂരുകാരായ പുയാപ്പളമാർക്ക് ഈ പറയുന്നതിൽ ചെറിയൊരു കുഴപ്പം തലയിൽ വെക്കേണ്ടി വരും. അത് പാടില്ല. തലയിൽ വെക്കേണ്ടി വരും, പാടില്ല. എന്താണെന്നറിയോ? തലയിൽ വെക്കുമ്പോൾ ഭാരം കൂടും. ഭാരം കൂടുമ്പോൾ നമ്മുടെ നട്ടെല്ല് വലയും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കി തരുമാറാകട്ടെ. തലയിൽ പറ്റാത്ത ഭാരം ചുമന്ന് നടന്നാൽ നട്ടെല്ല് വളയും, ഡിസ്ക് കംപ്ലൈൻ്റ് ആവും. നട്ടെല്ല് വളഞ്ഞതുകൊണ്ടാണ് പലയിടത്തും കേവല ശമ്പളത്തിൽ പണിയെടുക്കുന്ന ഭർത്താവ് ഉദ്യോഗസ്ഥന്മാരായി നമ്മൾ തരംതാണു പോയത്. കേവല ശമ്പളത്തിൽ പണിയെടുക്കുന്ന ഭർത്താവ് ഉദ്യോഗസ്ഥ. ഞാൻ സാധാരണ പറയാറുണ്ട്, പള്ളി കമ്മിറ്റിയിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. വീട്ടു കമ്മിറ്റിയിലോ നമ്മൾ ചിലപ്പം ഇവിടെ പ്രസിഡന്റ് ആയിരിക്കും, ഇവിടെ സെക്രട്ടറി ആയിരിക്കും. ഇവിടെ നമ്മൾ മീശയൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ പടക്കടക്കടന്നല്ലോ. വീട്ടിൽ പോകുമ്പോഴോ നമ്മൾ അവിടെ ഒരു കേവലം ട്രഷറുടെ പദവി മാത്രം. എന്താ ട്രഷറുടെ പദവി? ഒരു പണിയുമില്ല. ഓൾ റെഡിയാക്കിയിട്ട് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്, ചെക്ക്. ആ ചെക്കിനകത്ത് ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കുക. ഇതല്ലാത്ത വേറെ പണിയൊന്നുമില്ല. ഒന്നും ചോദിക്കാൻ പറയാനൊന്നും പാടില്ല. അത് നമ്മൾ തീരുമാനിച്ചോളൂ. അത് നിങ്ങൾ കൈയിടണ്ട. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത വിഷയത്തിനൊന്നും നോക്കണ്ട. മക്കളുടെ കാര്യമായാലും വീട്ടിൻ്റെ കാര്യമായാലും കുടുംബകാര്യമായാലും ഒരു സാമാനം വാങ്ങിക്കണമെങ്കിൽ, ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ആ സാധനം വാങ്ങിക്കുന്ന വിഷയത്തിൽ നമുക്കൊരു അഭിപ്രായമില്ലേ? ഞാനല്ലേ ചെക്കൊപ്പിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പള്ളിയിൽ പ്രസിഡൻ്റാണ്, പഞ്ചായത്തിൽ മെമ്പറാണ്, പാർലമെൻറ്റിൽ മെമ്പറാണ്. പക്ഷേ കുടുംബത്തിലോ നമ്മൾ ട്രഷററാണ്, ഖജാൻജിയാണ്. ആ ഒരു ദുരവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ പെണ്ണ് കാലിൻ്റെ എല്ലിൽ നിന്നും പടക്കപ്പെട്ടവളല്ലാത്തതുപോലെ തലയുടെ എല്ലിൽ നിന്നും പടക്കപ്പെട്ടവളുമല്ല. അതുകൊണ്ട് തലയിലും വെക്കണ്ട, കാലിലും വെക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. പിന്നെയോ, എവിടുന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാരിയെല്ലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. വാരിയെല്ലിൽ നിന്ന് സൃഷ്ടിച്ചതുകൊണ്ടാണ് ഈ വളവ്. പെണ്ണിനൊരു വളവുണ്ടല്ലോ. പെണ്ണ് കേൾക്കാത്ത പ്രസംഗമായതുകൊണ്ട് ഞാൻ പറയാം. പെണ്ണ് കേൾക്കുന്നില്ലല്ലോ. പെണ്ണിനൊരു വളവുണ്ട്, അത് സ്വാഭാവികമാണ്. ആ വളവ് നിവർത്താൻ നീ ശ്രമിക്കരുത്. അഥവാ വളവ് നിവർത്താൻ നീ ശ്രമിച്ചാൽ, ഉണങ്ങിയ വടി വളഞ്ഞത് നിവർത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങ് നിവരുന്നതിന് പകരം ഒടിഞ്ഞു പോകും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എത്ര സുന്ദരമായ ഉദാഹരണ പ്രിയപ്പെട്ടവരെ. 1500 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരമറിയില്ലെന്ന ആളുകൾ പറയുന്ന അഷ്റഫുൽ ഖൽക്കിൻ്റെ വായിൽ നിന്നും വീണ കുടുംബജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും മോഡേൺ സൈക്കോളജി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. പെണ്ണ് വളഞ്ഞ എല്ലിൽ നിന്നും പടക്കപ്പെട്ടവളെ. സുബ്ഹാനല്ലാഹ്. ആ വളഞ്ഞ എല്ലിനെ നീ നിവർത്താൻ ശ്രമിച്ചാൽ ഉണങ്ങിയ വടിക്കഷ്ണം നിവർത്തുമ്പോൾ ഒടിഞ്ഞു പോകുന്നത് പോലെ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഒടിക്കരുത്. പിന്നെയോ മെല്ലെ ആ വളവുള്ളതിനോടുകൂടി അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും തടയും തൂത്തും ഒക്കെ ഇങ്ങനെ ഒപ്പിച്ചങ്ങ് പൊയ്ക്കോണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത് അറിയോ? എന്നെ നിങ്ങൾ കുറ്റം പറയും. ഇതൊന്നും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതല്ല. ചെറുങ്ങനെ മെല്ലെ അങ്ങ് പോകണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർ, കുടുംബനാഥന്മാർ, ഭർത്താക്കന്മാർ, മാപ്പിളമാർ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു തത്വമുണ്ട്. തലയിൽ നിന്നുള്ള എല്ലിനാൽ സൃഷ്ടിക്കപ്പെട്ടവളല്ലാത്തത് കൊണ്ട് തലയിൽ വെക്കരുത്. കാലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവളല്ലാത്തത് കൊണ്ട് കാലിൽ ചവിട്ടിത്താഴ്ത്താനും ശ്രമിക്കരുത്. അവൾ വാരിയെല്ലിനാൽ പടക്കപ്പെട്ടവളാണ്. അവളുടെ വളവുകളെ നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം, നേരെയാക്കാൻ ശ്രമിക്കണം. പക്ഷേ ശ്രദ്ധിച്ചു വേണം. ഒരു കാര്യം ബോധ്യപ്പെടണം. വാരിയെല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരെല്ലാണ്. അതുകൊണ്ട് ആ എല്ലിന് പകരം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയെ ആ ഹൃദയത്തിൻ്റെ അടുത്ത് കൊണ്ടുവെക്കണമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായെങ്കിൽ ഇപ്പം നിർത്താം, ബാക്കി നാളെ പറയാം. എവിടുന്നാണ് വാരിയെല്ല്? അത് ഹൃദയത്തിൻ്റെ തൊട്ട് താഴെ നിന്നാണ് എടുത്തിരിക്കുന്നത്. എല്ലാ പുരുഷന്മാർക്കും അവിടെ ഒരു എല്ല് കുറവുണ്ട്, ഉണ്ടാവണം. എനിക്കറിഞ്ഞൂടാ കേട്ടോ, ഞാൻ ഓർത്തോപീഡിക് സർജനൊന്നും അല്ല, ഓർത്തോപീഡിക് സർജറിക്ക് വിധേയനായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായി പറയാൻ, പക്ഷേ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ തൊട്ട് താഴെ ഒരു എല്ല് കുറവുണ്ട്. ആ എല്ല് ഖബിൽതു മിൻക നികാഹഹ വ തസ്വീജഹ എന്ന് പറഞ്ഞ് അനസ് മൗലവി അങ്ങോട്ട് എടുത്ത് ഫിറ്റാക്കി തരികയാണ് ചെയ്യുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ തൊട്ട് താഴെ അവളെ കൊണ്ട് നടക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ തൊട്ട് താഴെ അവളെ കൊണ്ട് നടക്കുന്നത് നീ വിചാരിക്കേണ്ട നിൻ്റെ വാപ്പയുടെ പൊന്നും പണവും പണ്ടൊന്നും കണ്ടിട്ടല്ല. പിന്നെയോ
നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ എൻ്റെ റബ്ബ് എനിക്ക് തരുന്ന പ്രതിഫലത്തെ ആശിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഭർത്താവ് ജോലി ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഭർത്താവ് ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അങ്ങനെ പഠിപ്പിച്ചു. അതുകൊണ്ട് സ്നേഹിക്കാൻ ആ സ്നേഹം ചാലിച്ച പെരുമാറ്റത്തിലൂടെ അവളെ ഭരിക്കണം, അവളെ നിയന്ത്രിക്കണം. പക്ഷെ അത് സ്നേഹം ചാലിച്ച പെരുമാറ്റത്തിലൂടെ ആയിരിക്കണം. അങ്ങനെ അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നോമ്പ് തുറക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കല്യാണ വീട്ടിൽ നമ്മൾ കണ്ട ആ സന്തോഷം, പിന്നീട് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ പിരിയുമ്പോൾ, നമ്മുടെ ഭാര്യ നമ്മളെ പിരിയേണ്ടി വരുമ്പോൾ, രണ്ടിൽ ആരെങ്കിലും ഒരാളുടെ മരണം സംഭവിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭർത്താവ് മരണപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാര്യ മരണപ്പെട്ടു, ആ ഭാര്യ മരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് അവളെക്കുറിച്ചിട്ട് തൃപ്തനായിരുന്നു. വസൗജുഹാ അലൈഹാ റാദിൻ, അവളുടെ ഭർത്താവ് അവളെക്കുറിച്ച് തൃപ്തനായിരുന്നു എങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിനോട് പറയേണ്ടത് നിന്റെ സ്വർഗമാണ് നിന്റെ മാപ്പിള. ഞാൻ പറഞ്ഞതല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേണമെങ്കിൽ നിനക്കതിനെ ഉപകാരപ്പെടുത്താം, അല്ലെങ്കിൽ നിനക്ക് പാഴാക്കാം. നിന്റെ മാപ്പിള എന്ന് പറഞ്ഞാൽ പാപ്പ എടുത്തു തന്ന ഒരു പുതിയാപ്പിളയല്ല, പിന്നെയോ അത് നിന്റെ സ്വർഗമാണ്. വേണമെങ്കിൽ നിനക്ക് ഉപകാരപ്പെടുത്താം, ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ പാഴാക്കാം. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മെനക്കെട്ട് കഷ്ടപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ടവളെ പോറ്റി വളർത്തുന്നത് താൽക്കാലികമായ ഒരു സുഖം കിട്ടാൻ വേണ്ടിയല്ല, പിന്നെയോ ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട്, മക്കളോട്, വാപ്പയോട്, ഉമ്മയോട്, എൻ്റെ കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറി എന്നൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ റബ്ബ് തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുടുംബജീവിതം ശ്രദ്ധിക്കണം. നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. ഈ ഇടങ്ങളൊക്കെ സമാധാനപൂർണ്ണമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയൊക്കെ സ്വർഗസമാനമായ അനുഭൂതികൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾ വിചാരിച്ചാൽ നടക്കും. ദുആ ചെയ്താൽ മതി, തവക്കുൽ ചെയ്താൽ മതി, ദീനനുസരിച്ച് ജീവിച്ചാൽ മതി. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, അലംഭാവം കൊണ്ട്, പെരുമാറ്റ ദൂഷ്യം കൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ നരകമാക്കി തീർക്കരുത്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് നന്മയിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ പുണ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തെയും നല്ല നിലയിൽ നയിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് നമ്മളെ കൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി തീർക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കടത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.